ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1667 ദിവസമാണിന്ന്. ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ നിത്യ PS ആണ്. നിത്യ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ മലയാളം സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നിത്യ ഡോക്ടർ നമുക്ക് ക്ലാസ് എടുക്കുവാനായി പലതവണ എത്തിയിട്ടുണ്ട്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഡോക്ടർ കൂടുതലായി എടുക്കുന്നത്. ഇന്നത്തെ ഡോക്ടർ ക്ലാസ് എടുക്കുന്ന വിഷയം തലവേദനയും ഹോമിയോപ്പതിക് മാനേജ്മെന്റും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. വളരെ നല്ല ക്ലാസ്സുകൾ IFPHന് വേണ്ടി സമ്മാനിക്കുന്ന ഡോക്ടർ നിത്യ PS-നെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. ക്ലാസ് തുടങ്ങാം. ഗുഡ് ഈവനിങ്. നമുക്ക് അപ്പൊ ഹെഡേക്ക്, നമ്മുടെ തലവേദന ഇപ്പോഴത്തെ ഒരു സമയത്ത് ഭയങ്കര കൂടുതൽ അല്ലെ, ഒത്തിരി കേസസ് ഇങ്ങനെ വരുന്നുണ്ട്. മൈഗ്രെയിൻ ഹെഡേക്ക് താങ്ങാൻ പറ്റുന്നില്ല, പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആ അവസ്ഥ വരുന്ന ഹെഡേക്ക്. അപ്പം നമുക്കിത് ഹോമിയോപ്പത്തിക്കലി മാനേജ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഹെഡേക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. വൈ ഹെഡേക്ക്? ദാറ്റ്സ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മൾ ഹോമിയോപ്പതിയിൽ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹോമിയോപ്പതിയിൽ നോക്കുന്നത് ഹൗ വി മാനേജസ് ദാറ്റ് നമുക്ക് കിട്ടുന്ന സിംറ്റംസ്. അത് ഇപ്പം കൺജഷൻ ആണ് ബ്രെയിനകത്ത്, ബ്രെയിനിന്റെ നെർവ്സിന് അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്കോ നെർവ്സിനോ വരുന്ന കൺജഷൻ കൊണ്ട് നമുക്ക് ആ സിംറ്റം കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺകോമിറ്റൻ സിംറ്റം വെച്ചിട്ട് നമുക്ക് ഹെഡേക്കിനെ എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇത് വേറെ ഒന്നിന്നും അല്ല, ജസ്റ്റ് നമ്മുടെ ഹോമിയോപ്പതി ബുക്സിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത ഓരോ ഹെഡേക്കിന്റെ മൈന്യൂട്ട് ഡിഫറൻസസ്. അത് ഇപ്പോഴത്തെ ഈ സൂര്യപ്രകാശം ഇത്രയും ചൂട് കൂടി വരുന്ന ഒരു സമയത്ത് നമുക്ക് എവിടെയൊക്കെ ഇട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് ഹെഡേക്ക് വരുന്നു, അതായത് കൺജഷൻ സംഭവിക്കുന്നു, എവിടെയൊക്കെ കൺജഷൻ സംഭവിക്കാം, കൺകോമിറ്റൻ സിംറ്റം എവിടെയൊക്കെ വരാം. നമ്പർ 1 ഗ്യാസ്ട്രിക്, വയറ്റിനകത്ത് നമുക്ക് വരാം. എങ്ങനെ കൺകോമിറ്റ്? ഐദർ ഡയറിയ, ഐദർ കോൺസ്റ്റിപ്പേഷൻ, ഐദർ ഹെമറോയിഡ്സ്. ഇങ്ങനെ കൺകോമിറ്റൻ സിംറ്റത്തിനെ വെച്ചിട്ട് നമുക്ക് ഹെഡേക്കിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അപ്പം ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാം. പിന്നെ അല്ലാതെ വേറെ കൺകോമിറ്റൻസ് എവിടെയൊക്കെ വരും? ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്തിനാ പറയുന്നത് വെച്ചാൽ, നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ഇപ്പം പിന്നെ വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചിന്തിച്ചിട്ട് നമ്മൾ ഹെഡേക്കിനെ മാനേജ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇപ്പൊ പ്രഷർ കൊണ്ടാണ് ഹെഡേക്ക് വരുന്നതെങ്കിൽ മെഡിസിൻ ഡിഫറെന്റ് ആണ്. ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ മെഡിസിൻ ഇസ് ഡിഫറെന്റ്. സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ മെഡിസിൻ, വി ഹാവ് മെഡിസിൻസ്. ഈ ഓരോന്നിനും മൈന്യൂട്ട് ഹെയർലൈൻ ഡിഫറൻസസിൽ വി ഹാവ് മെഡിസിൻസ്. ഇപ്പൊ സ്കൂൾ ഗേൾസ് ഹെഡേക്ക് ആണെങ്കിൽ വി ഹാവ് മെഡിസിൻസ്, ടീച്ചേഴ്സ് ഹെഡേക്ക് വി ഹാവ് മെഡിസിൻസ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന തലവേദനയാണെങ്കിൽ വി ഹാവ് മെഡിസിൻസ്. പിന്നെ സെക്ഷൽ അബ്യൂസ്, സെക്ഷൽ എക്സസ് കൊണ്ടുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ ഇത് മാസ്റ്റർബേഷൻ ഓർ സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് വിൽ കോസ് എ സപ്രഷൻ ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ഹെഡേക്ക്. അപ്പൊ അങ്ങനെയുള്ള ഹെഡേക്കിന് വി ഹാവ് മെഡിസിൻസ്. അങ്ങനെയുള്ള മൈന്യൂട്ട് ഡിഫറൻസ് കൺകോമിറ്റൻ എന്തോ എന്ന് വെച്ചിട്ട് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ആ കൺകോമിറ്റൻ വെച്ചിട്ട് നമുക്ക് ഹെഡേക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് നമുക്ക് കുറച്ച്, ഞാൻ ഒന്ന് സ്ലോലി പോവാം, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചോണം കേട്ടോ മാഡം. ഓക്കെ വിൽ സ്റ്റാർട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ ഗ്യാസ്ട്രിക്കിനകത്ത് സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും, ഹാർട്ടിനകത്ത് സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ എന്താണ് എന്തെങ്കിലും മെയിൻറ്റെയിനിങ് കോസസ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ ട്രിഗറിങ് സിംറ്റംസ്, എന്തെങ്കിലും അവിടെ എന്തെങ്കിലും നമ്മുടെ കൈയിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതാണെങ്കിൽ വി ക്യാൻ ക്യാച്ച് ഇറ്റ്. അപ്പം ഇത് ഓരോ ഡിഫറൻസ് നമുക്ക് പോവാം. സോ ഫസ്റ്റ്, ഇപ്പൊ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെഡിസിനിൽ നിന്ന് ഞാൻ ബാക്കി മെഡിസിനിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്പർ 1 മെഡിസിൻ ഏതാ നിങ്ങൾ തന്നെ ഓർത്തു വെച്ചോ. അപ്പൊ ഞാൻ സിംറ്റം പറഞ്ഞു പോവാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ മെഡിസിൻ ഒന്ന് മൈൻഡിൽ തന്നെ പറഞ്ഞു. ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്ത് തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് വർക്കിംഗ് അണ്ടർ ഗ്യാസ് ലൈറ്റ്. ഇപ്പൊ നമുക്കറിയാം ഈ പിന്നെ ചിപ്സ് ഒക്കെ വറുക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ റോഡിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ അടുക്കളക്കകത്ത് ഒരുപാട് പേർക്ക് ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ സൂര്യപ്രകാശം കൂടുതൽ അടിച്ച് ജോലി ചെയ്യേണ്ട ആൾക്കാർക്കും വരുന്ന ഹെഡേക്ക്, അതായത് വർക്കിംഗ്
അണ്ടർ ഗ്യാസ് ലൈറ്റിന്റെ അടിയിൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. വെൻ ഹീറ്റ് ഫോൾസ് ഓൺ ദ ഹെഡ്, തലയിലോട്ട് ഒത്തിരി ചൂടിങ്ങനെ അടിക്കേണ്ടി വരും. സമരത്തിനൊക്കെ പോകുന്ന ആൾക്കാർ കനോട്ട് ബെയർ ഹീറ്റ് ഓൺ ഹെഡ്, ഹീറ്റ് ഓഫ് സ്റ്റൗ, വർക്കിംഗ് ഇൻ ദ സൺ. സൂര്യപ്രകാശത്തിനകത്തോട്ട് ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സൂര്യപ്രകാശത്തിനോട്ട് ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റാത്ത മെഡിസിൻസ് ഏതൊക്കെയാണ്? ലാക്കസസ്, നാട്രമൂർ. ലാക്കസസ് ഉണ്ട്, നാട്രം കാർബോ ഉണ്ട്. അതർ ദൻ ദാറ്റ് ഞാൻ ഈ പറയുന്ന മെഡിസിൻ ആണ്. ഇത് ലാസ്റ്റ് പറയാം. ഓൾട്ടർനേറ്റ് കൺജഷൻ ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട്. തലയിലും കൺജഷൻ വരുന്നുണ്ട്, ഹാർട്ടിലോട്ടും കൺജഷൻ വരുന്നത്. ഈ ഹാർട്ടിലോട്ട് കൺജഷൻ വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹെഡേക്ക് കൂടെ വരുന്നതിൽ കുറച്ച് മെഡിസിൻസേ ഉള്ളൂ. അതിൽ ഒരു മെഡിസിൻ ആണ് ഞാൻ ഈ പറയുന്ന മെഡിസിൻ. ഹെഡ് ഫീൽസ് എനോർമസ്ലി ലാർജ്. തല ഭയങ്കര വലുതാണെന്ന് നമുക്ക് തോന്നുകയാണ്, കാരണം സ്കള്ളിനിരിക്കാൻ സ്ഥലമില്ല. ഹെഡ് ഫീൽസ് എനോർമസ്ലി ലാർജ് ആസ് എ സ്കൾ വേ ടു സ്മോൾ ഫോർ ദ ബ്രെയിൻ. ബ്രെയിന് സ്കൾ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായി പോയി. ഹെഡ് ഫീൽസ് ടു ലാർജ് ആസ് എ സ്കൾ വേ ടു സ്മോൾ ഫോർ ദ ബ്രെയിൻ. സൺ സ്ട്രോക്ക് ആൻഡ് സൺ ഹെഡേക്ക് ഇൻക്രീസസ് എവറി ഡേ വിത്ത് ദ സൺ. ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ആളായിരിക്കും ചൂട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തലവേദന തുടങ്ങും. ടെറിഫിക് ഷോക്ക് ഇൻ ദ ഹെഡ്. തലയിൽ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ്. സിങ്ക്രണസ് വിത്ത് ദ പൾസ്. ത്രോബിങ് പൾസേറ്റിംഗ് ഹെഡേക്ക്. തല ഇങ്ങനെ തുടിച്ചുള്ള തലവേദന. ഹോൾസ് ഹെഡ് വിത്ത് ബോത്ത് ദ ഹാൻഡ്സ്. പിന്നെ തല ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കും, കാരണം പില്ലോയിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ തല പൾസേറ്റ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ ഫീൽസ് ടു ലാർജ്, ഫുൾ ബേഴ്സ്റ്റിംഗ്. ബ്ലഡ് സീംസ് ടു പമ്പ് അപ്വേർഡ്സ്. ശരീരത്തിലുള്ള രക്തം മൊത്തവും തലയിലോട്ട് ഇടിച്ചു കയറിയതുപോലത്തെ ഒരു ഫീലിംഗ്. ത്രോബ്സ് അറ്റ് എവരി ജാർ സ്റ്റെപ്പ് ഓർ പൾസ്. എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി നടക്കുമ്പോഴേ എന്താണ്, തല ഇങ്ങനെ തുടിക്കാൻ തുടങ്ങുകയാണ്. ഇന്റൻസ് കൺജഷൻ ഫ്രം ഡിലേഡ് ഓർ സപ്രസ്ഡ് മെൻസസ്. മെൻസസ് സപ്രസ്ഡ് ആയതുകൊണ്ട് ഇന്റൻസ് കൺജഷൻ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനകത്ത് നല്ല കൺജഷൻ അനുഭവപ്പെടും. അതെന്തുകൊണ്ട്? ഈ മെൻസസ് സപ്രസ്ഡ് ആകുമ്പം ഈ ബ്രെയിനകത്ത് കൺജഷൻ വരാൻ കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് കൊണ്ടാണ് നമ്മൾ മെൻസ്ട്രേഷൻ നടക്കണമെങ്കിൽ ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരണം. അല്ലാതെ യൂട്രസ് മാത്രം വിചാരിച്ചാൽ നമ്മൾ മെൻസ്ട്രേറ്റ് ചെയ്യത്തില്ല. ഫസ്റ്റ് മെസ്സേജ് ഷുഡ് കം ഫ്രം ദ ബ്രെയിൻ. അപ്പം അത് കാരണം എന്ത് സംഭവിക്കും? ദർ ബി കൺജഷൻ ഓഫ് ദ ബ്രെയിൻ. പിന്നെ ഹെഡേക്ക് ഇൻ പ്ലേസ് ഓഫ് മെൻസസ്. മെൻസസിന് പകരം എന്തായിരിക്കും? തലവേദന മാത്രമേ ഉണ്ടാവുള്ളൂ. ഹെഡേക്ക് ആഫ്റ്റർ പ്രൊഫ്യൂസ് യൂട്രൈൻ ഹെമറേജ്. യൂട്രൈൻ ഹെമറേജ് ഒരുപാടായിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള ഹെഡേക്ക്. പിന്നെ പ്രഗ്നന്റ് വിമന് വരുന്ന ഹെഡേക്ക്. പ്രഗ്നന്റ് വിമന് ഈ പറഞ്ഞ പോലെ റഷ് ഓഫ് ബ്ലഡ് ടു ഹെഡ്, തലയിലോട്ട് രക്തം കയറിയിട്ട് അവർക്ക് വരുന്ന പ്രഷർ ഡിഫറൻസ് വരുമല്ലോ നോർമലി. അപ്പൊ അങ്ങനെ പ്രഗ്നന്റ് വിമന് വരുന്ന ഹെഡേക്ക്. വയലന്റ് പാൽപിറ്റേഷൻ പ്ലസ് ത്രോബിങ് ഇൻ ദ കാരോട്ടിഡ്സ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ ത്രോബിങ് ഇൻ ദ കാരോട്ടിഡ്സ് നമുക്ക് കൂടുതലായിട്ട് 2 ഡ്രഗ്സിനാണ് കിട്ടുന്നത്. ഒന്ന് ഇറ്റ്സ് ബെൽഡോണ. പിന്നെ അടുത്തെന്ന് പറയുന്ന മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം ഈ ഡ്രഗാണ്, ഈ മെഡിസിൻ ആണ്. Then heart action labored, oppressed. Blood seems to rush to the heart plus rapidly into the head. നമുക്ക് തോന്നുകയാണ് നെഞ്ചത്തോട്ട് രക്തം ഇടിച്ചു കയറുന്ന പോലെ, തലയിലോട്ടും രക്തം ഇടിച്ചു കയറുന്ന പോലെ. ഇത്രയും സിംറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ണടച്ച് നമുക്ക് കൊടുക്കാം. സൺ ഹെഡേക്ക്, നൺ അതർ ദാൻ ഗ്ലോണോയിൻ. ഗ്ലോണോയിൻ ആണ് ഏറ്റവും പ്രൈം റെമഡി. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്ലോണോയിൻ. അപ്പം അപ്പൊ ഇതിന്റെ കൺകോമിറ്റന്റ് സിംറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒന്നും കൂടെ ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാം. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ ത്രോബിങ് ഓഫ് ദ കാരോട്ടിഡ്സ്, പിന്നെ റഷ് ഓഫ് പമ്പിങ് ഓഫ് ഹെഡ് ടു ദ ബ്ലഡ് ടു ദ ഹെഡ്, തലയിലോട്ട് രക്തം ഇടിച്ചു കയറുന്ന പോലെ. ബ്രെയിനകത്ത് കൺജഷൻ, ഹെഡ് ഫീൽസ് ടു ലാർജ്, പൊട്ടാൻ പോകുന്ന ഹെഡേക്ക്, ബേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക്. അതാണ് അടുത്ത ഒരു സിംറ്റം, ബേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക്. അപ്പം ഇത്രയും ടൈപ്പ് ഓഫ് സിംറ്റംസും ഉണ്ട്, ഇത്രയും കൺകോമിറ്റന്റ് സിംറ്റംസ് ഉണ്ട്, ഹാർട്ടിലോട്ട് പാൽപിറ്റേഷനും ഉണ്ട്, ത്രോബിങ് ഓഫ് ദ കാരോട്ടിഡ്സും ഒക്കെ വരുന്നെങ്കിൽ വി ക്യാൻ ബ്ലൈൻഡ്ലി തിങ്ക് ഓഫ് ദിസ് മെഡിസിൻ. ദാറ്റ്സ് നൺ അതർ ദാൻ ദിസ് ഗ്ലോണോയിൻ. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് ഓരോരോ മെഡിസിൻ ചെറിയ 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 ഡിഫറൻസേ ഉള്ളൂ. പ്രൈം മെഡിസിൻസ് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷോർട്ട് മെഡിസിൻസ് പറഞ്ഞു പോവാം. അതായത് ഇനി അടുത്ത ഹെഡേക്കിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ റീസൺ ഫോർ ദി ഹെഡേക്ക് വെച്ചിട്ടാണ് ഈ മെഡിസിൻ വരുന്നത്. അതായത് നമ്മൾ ഫോൾ ഓൺ ദ ഓക്സിപ്യൂട്ട്, നമ്മൾ ബാക്ക് ഇടിച്ച് വീഴുകയോ തല പോയി തട്ടുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് വരുന്ന ഒരു തലവേദനയാണ്. അപ്പൊ അതിനുള്ള സിംറ്റം, കൺകോമിറ്റന്റ് സിംറ്റം എന്താന്ന് വെച്ചാൽ സെൻസേഷൻ ആസ് ഇഫ് the person is being lifted high up in the air. കാരണം എന്തുവാ? പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഫീൽ ചെയ്യുന്നതാണ് ആ ഫീലിംഗ്. തലയിലോട്ട് രക്തം ഇടിച്ചു കയറിയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് വന്നിട്ട് നമ്മളെ ലിഫ്റ്റഡ് ഹൈ അപ്പ് ഇൻ ദ എയർ, എയറിലോട്ട് ലിഫ്റ്റഡ് അപ്പ് ആയി എന്നൊരു ഫീലിംഗും കൂടെ ഉണ്ട്. ഗ്രേറ്റ് ആൻഷൈറ്റി ആസ് ഇഫ് ഷീ വുഡ് ഫോൾ ഫ്രം ദ ഹൈറ്റ്, ഏതോ എവിടുന്നോ താഴോട്ട് വീഴാൻ പോകുന്നു എന്നുള്ളൊരു സെൻസേഷൻ. ഇത്രയും സെൻസേഷൻ വരുവാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെഡിസിൻ, ആൻഡ് ദാറ്റ് ഇസ് ഹൈപ്പറിക്ക. ഹൈപ്പറിക്ക ഇസ് എ മെഡിസിൻ. അതായത്
കോസ് എന്ന് പറയുന്നത് ഫോൾ ഓൺ ദ ഓക്സിപ്യൂട്ട്. അപ്പൊ ഫീലിംഗ് എന്താ വരിക? സെൻസേഷൻ ആസ് ഇഫ് നമ്മൾ ലിഫ്റ്റഡ് ഹൈ അപ്പ് ഇൻ ദ എയർ, ഒരുപാട് ഉയർത്തി നട താഴെ ഇടുന്ന പോലത്തെ ഒരു ഫീലിംഗ്. ഇങ്ങനത്തെ സെൻസേഷൻസ് ഒക്കെ വരുന്നെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഹൈപ്പറിക്കം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതലും ഈ എന്താ പറയുന്നത് ഈ സൺ ഹെഡ് ഏക്കിനകത്ത് കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആണ് കുറച്ച് 1-2-3 മെഡിസിൻസ് ഉണ്ട്. ഞാൻ അപ്പോഴപ്പോഴും പറയുമ്പോൾ പറയാം. ഈ സാധനങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് 1-2 ടേംസിന്റെ മീനിങ്ങും കൂടെ ഞാൻ ഇത് ഒന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം വരുമ്പോൾ ഒന്നും കൂടെ പറയാം. അതായത് പാലിഡ്, ഹെഡേക്കോട്ട് റിലേറ്റഡ് വരുന്ന പാലിഡ് എന്താണ്? നമുക്ക് ബ്ലഡിന്റെ വേരിയേഷൻസ്, അതായത് HB-ക്കകത്ത് വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ വാട്ട് ഹാപ്പൻ ഇസ് നമ്മുടെ മുഖത്ത് ഒരു വിളർച്ച അനുഭവപ്പെടും. ആ വിളർച്ചയുടെ ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസിങ് ദ ടേം ആണ് പാലിഡ്. അതേപോലെ ഡിബോച്ച്, നമ്മൾ എപ്പോഴും കാണാറുള്ള ടേം ആണ് ഡിബോച്ച്. വാട്ട് ഈസ് ഡിബോച്ച്? ഡിബോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെക്ഷൽ എക്സസ് ഓർ ആൽക്കഹോളിക് എക്സസ് കൊണ്ട് ആണ് നമുക്കൊരു ഡിസീസ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ഡിബോച്ച്. ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ ഹെഡേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് അപ്പോപ്ലെക്സി. പിന്നെ അപ്പോപ്ലെക്സി, പക്ഷെ നമ്മൾ അപ്പോപ്ലെക്സി കാണാറുണ്ട് ടേം ആയിട്ട്, പക്ഷെ നമ്മൾ അതിന്റെ മൈന്യൂട്ട് എന്താണെന്നുള്ളതാണ്. അപ്പോപ്ലെക്സി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഓർഗനിലോട്ട് ബ്ലഡ് പൊട്ടിയിട്ട്, അതായത് ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ആ ഓർഗനിലോട്ട് ബ്ലീഡ് ചെയ്യുന്നതാണ് അപ്പോപ്ലെക്സി. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇസ് ടൊർണാഡോ. എന്ത് ടൊർണാഡോ? നമ്മൾ വായിക്കുമ്പോൾ തലവേദനയുടെ പറയുമ്പോൾ ടൊർണാഡോ വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ ടൊർണാഡോ? ടൊർണാഡോ എന്ന് പറഞ്ഞ ഒരു കൊടും കാറ്റിന്റെ ഒരു വേറൊരു ടേം ആണ് ടൊർണാഡോ. അപ്പൊ ഞാൻ ഇത് എന്തിനാ പറയുന്നത് വെച്ചാൽ അപ്പൊ നമുക്ക് പറഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പോവാം. സോ നെക്സ്റ്റ് ഈസ് ഇഗ്നേഷ്യ. ഇഗ്നേഷ്യയുടെ ഹെഡേക്ക് എങ്ങനെയായിരിക്കും? അതായത് ഹെഡേക്ക് ആസിഡ് നെയിൽ ഹാസ് ബീൻ ഡ്രിവൺ ഔട്ട് ത്രൂ ദ സൈഡ്. ഡ്രിവൺ ഔട്ട് ത്രൂ ദ സൈഡ്, അകത്തോട്ട് കയറ്റുന്ന നെയിൽ അകത്തോട്ട് തുരന്ന് കയറ്റുന്ന പോലത്തെ ഫീലിംഗ് ഉള്ള മെഡിസിൻ ഉണ്ട്, തുരന്ന് പുറത്തേക്ക് വിടുന്ന മെഡിസിനും ഉണ്ട്. അപ്പൊ ഡ്രിവൺ ഔട്ട് ത്രൂ ദ സൈഡ്, സൈഡിൽ കൂടെ ഒരു നെയിൽ ഡ്രിവൺ ഔട്ട് ആണ്. റിലീവ്ഡ് ബൈ ലൈയിങ് ഓൺ ഇറ്റ്, അതിൽ തന്നെ കിടക്കുമ്പോൾ കുറയുന്നു. ഇതാണ് ഇഗ്നേഷ്യയുടെ തലവേദനയുടെ പ്രത്യേകത. വേറെ ഏതൊക്കെ മെഡിസിൻസ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്? കോഫിയൊക്കെ ഉണ്ട്, നക്സോമിക്കൊക്കെ ഉണ്ട്, തൂജയ്ക്കും ഉണ്ട്. കോഫിയൊക്കെ ഉണ്ട്, നക്സോമിക്കൊക്കെ ഉണ്ട്, തൂജയ്ക്കും ഉണ്ട്. എന്താണ്? നെയിൽ ഹാസ് ബീൻ ഡ്രിവൺ ത്രൂ ദ സൈഡ്. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ പറയുന്നെങ്കിൽ ദാറ്റ് ഇസ് ഇഗ്നേഷ്യ. അത് നമുക്ക് ഹെഡേക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഇഗ്നേഷ്യ ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഈ ചൂട് സമയത്തുള്ള ഹെഡേക്ക്, മൈഗ്രെയിൻ ഹെഡേക്കിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ്. അതായത് ഹെഡേക്കിന്റെ മുമ്പ് തന്നെ നമുക്കൊരു ബ്ലേഡ് വിഷൻ, കണ്ണങ്ങ് മങ്ങുന്ന പോലെ തോന്നുകയാണ്, പ്രിസീഡ് ദി അറ്റാക്ക്. ഈ ബ്ലേഡ് അറ്റാക്ക് ഹെഡേക്ക് വരുന്ന മെഡിസിൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ജെൽസീമിയം, ലാക് ഡിഫ്ലോറേറ്റം ആൻഡ് കാലിബൈക്രോമിക്കുമാണ്. അതായത് ഹെഡേക്ക്, ബ്ലേഡ് വിഷൻ ഓർ ബ്ലൈൻഡ്നെസ് പ്രിസീഡ്സ് ദി അറ്റാക്ക്. ഇതിനു മുമ്പ് ഒരു ഇരുട്ട്, കണ്ണിലൊരു ഇരുട്ട് പോലെ തോന്നിക്കുന്നു. അവേർഷൻ ടു ലൈറ്റ് ആൻഡ് നോയ്സ്, സൗണ്ട് ഒട്ടും കേൾക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സൗണ്ടിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സെൻസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് തന്നെ, അതായത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബ്ലേഡ് വിഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അവേർഷൻ ടു ലൈറ്റ് ആൻഡ് നോയ്സ്. പിന്നെ സൈഡ് റിട്ടേൺസ് ആസ് ഹെഡേക്ക് ഇൻക്രീസസ്. തലവേദന കൂടുമ്പോഴത്തേക്ക് ബ്ലൈൻഡ്നെസ് പതുക്കെ മാറി മാറി വരുന്നതായിട്ട് കാണാം. ഇതിന്റെ കൂടെ വേറെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് പറയും ഇതേ സെയിം സിംറ്റം കാണിക്കുന്നത് ഐറിസ്, നാട്രമൂർ ആൻഡ് ലാക് ഡിഫ്ലോറേറ്റം ആണ്. ഐറിസ്, നാട്രമൂർ ആൻഡ് ലാക് ഡിഫ്ലോറേറ്റം. ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ഈ മെൻസസുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് മെൻസസിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് തലവേദന വരികയാണെങ്കിൽ സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ക്രിയോസോട്ടം. ആൻഡ് വൺ മോർ മെഡിസിൻ ഇസ് ദാറ്റ് സെപ്പിയ. അതായത് ഹെഡേക്ക് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, മുമ്പും മെൻസസിന്റെ സമയത്തും വരുന്ന തലവേദനയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ക്രിയോസോട്ടം. സെപ്പിയയും ഇറ്റ്സ് ഓൾസോ ഇൻഡിക്കേറ്റഡ്. ഇനി അടുത്തൊരു മെഡിസിൻ, ഇതും ഭയങ്കര ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ്. അതായത് തലവേദനയ്ക്ക്, എങ്ങനെയുള്ള തലവേദനയ്ക്ക്? അതായത് ഡ്രങ്കാർഡ്സ്, വെള്ളം അടിച്ചിട്ട് പിറ്റേ ദിവസം വരുന്ന തലവേദന, കൺജസ്റ്റീവ് ആയിട്ടുള്ള ഹെഡേക്ക് ആയിരിക്കും. ഹെമറോയിഡ്സ് പ്രോൺ ടു എരിസെപ്പാലസ് ഓർ അപ്പോപ്ലെക്സി. അതായത് ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പായിട്ട് അത് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു നമുക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു സ്ട്രേഞ്ച് സിംറ്റം ആണ് ഹെമറോയിഡ്സിന്റെ സിംറ്റംസ്. ബ്ലീഡിങ് ഫ്രം ദ ബ്ലീഡിങ് ഒക്കെ കാണിക്കും. എപ്പോഴാണ്? ജസ്റ്റ് ബിഫോർ ദി അപ്പോപ്ലെക്സി. ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോപ്ലെക്സി ബ്ലീഡിങ് ടു ദ ഓർഗൻ. സ്ട്രോക്ക് പോലത്തെ സിംറ്റംസ് ബ്ലീഡിങ് ടു ദ ഓർഗനോ വരുന്നതിന് ജസ്റ്റ് മുമ്പ് there will be signs of these hemorrhoids. പിന്നെ
പ്രസിംഗ് ഓർ ബേസ്റ്റിംഗ് പെയിൻ ഇൻ ദ ടെമ്പിൾസ്. ഈ ഒരു സ്ഥലങ്ങൾ ലൊക്കേഷൻ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പിളിന് മെഡിസിൻ വേറെ, ഓക്സിപ്യൂട്ടിന് മെഡിസിൻ വേറെ, ആണി അകത്തോട്ട് കയറ്റുന്ന പോലത്തെ സെൻസേഷൻ മെഡിസിൻ വേറെ, ആണി ക്ലേവസ് റൈറ്റ് സൈഡ് ക്ലേവസിൽ മെഡിസിൻ വേറെ. അതേപോലെ തന്നെയാണ് ഓൺ ദ സൈഡ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഹോമിയോപ്പതി. അതുകൊണ്ട് പ്രസിംഗ് ഓർ ബേസ്റ്റിംഗ് ഉണ്ട്. എവിടെയാണ് പെയിൻ, എവിടെയാണ് കൂടുതൽ? ടെമ്പിൾസ് ആണ്. ടെമ്പിൾസിന്റെ അവിടെയാണ് പെയിൻ കൂടുതൽ. എപ്പോഴാണ് വേസ്റ്റ് ആവുന്നത്? എപ്പോഴാണ് വേസ്റ്റ്? ഫസ്റ്റ് മോഷൻ, പ്രഷർ, സ്റ്റൂപ്പിംഗ്, കുനിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക്, പിന്നെ അതേപോലെ ആഫ്റ്റർ സ്ലീപ്പിന്റെ അഗ്രവേഷൻ. നമുക്കറിയാം നൺ അതർ ദാൻ ലാക്ടസിസ് ഫസ്റ്റ് സിംറ്റം, റെഡ് ലൈൻ സിംറ്റം ആണ് സ്ലീപ്പിന്റെ അഗ്രവേഷൻ. അപ്പം അതേപോലെ തന്നെ ടെമ്പിൾസിലോട്ട് പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? വേഴ്സ് ഫ്രം പ്രഷർ, വേഴ്സ് ഫസ്റ്റ് മോഷൻ, പ്രഷർ. നമ്മളിങ്ങനെ ചില മെഡിസിൻസ് നമുക്കറിയാം, തുണി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ തലവേദന കുറയുന്ന കുറെ മെഡിസിൻസ് ഉണ്ട്. പിന്നെ അർജന്റൈനൈട്രിക്കം, സൈലേഷ്യ, ഇതൊക്കെ തുണി കെട്ടിയാൽ കുറയും. പക്ഷെ ഇതങ്ങല്ല. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മാക്ഫോസിസ് ഓൾസോ പ്രഷർ കൊടുത്താൽ വേദന കുറയുന്ന മെഡിസിൻ ആണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല, പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ തലവേദന കൂടും. ഓക്കെ. ആൻഡ് സ്ലീപ്പിന്റെ അഗ്രവേഷൻ, ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക്, ഇത് ഉറങ്ങി എണ്ണീക്കുമ്പോൾ തലവേദനയോട് കൂടി എണ്ണീക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് ഈ ദിസ് ലാക്ടസിസ് ആണ്. ഡ്രെഡ് ടു ഗോ ടു സ്ലീപ്പ്, ഉറങ്ങാൻ തന്നെ പേടിയാണ്. കാരണം എന്താ? എണീറ്റ് വരുമ്പോൾ കൊടും തലവേദനയായിരിക്കും. അത്രയ്ക്കൊരു തലവേദനയായിട്ട് എണീക്കുന്നതുകൊണ്ട് ഉറങ്ങാൻ തന്നെ പേടിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോണോയിനെ പോലെ തന്നെ തലയിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് കയറ്റുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവും. പിന്നെ ആഫ്റ്റർ ആൽക്കഹോൾ പ്ലസ് മെന്റൽ ഇമോഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ, പെട്ടെന്ന് നമുക്കൊരു ഒരു ഷോക്ക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു, പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, സപ്രസിങ് ഇറ്റ്. അപ്പൊ ആ സമയത്ത് വരുന്ന തലവേദനയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇറഗുലർ മെൻസസ് ഇറഗുലർ ആണ്, കറക്റ്റായിട്ട് മെൻസസ് വരുന്നില്ല, പക്ഷെ തലവേദന വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിനും ഓൾസോ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ലാക്ടസിസ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലൈമാക്സിൽ വരുന്ന ഹെഡേക്ക് എന്ന് പറയുമ്പോൾ എന്തോ, മെനോപോസ്, റീച്ചിങ് ദ മെനോപോസ്. അപ്പോൾ ഹോർമോണൽ വേരിയേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഇമോഷണൽ ക്രൈസിസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആ സമയത്ത് വരുന്ന തലവേദനയ്ക്കും നമുക്ക് വി ക്യാൻ ഗീവ് ഇറ്റ് ബ്ലൈൻഡ്ലി, ദാറ്റ്സ് ലാക്ടസിസ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ലെഫ്റ്റ് സൈഡഡ് അപ്പോപ്ലെക്സി, വെയിറ്റ് പ്ലസ് പ്രഷർ ഓൺ ദ വേർട്ടെക്സ്. ഈ ഉച്ചിയുടെ പുറത്ത് വേർട്ടെക്സിൽ പ്രഷർ ഫീൽ ചെയ്യുന്ന രണ്ട് മെഡിസിൻസ് ആണ്. കൂടുതൽ എപ്പോഴും ഉച്ചിയുടെ പുറത്ത് ഇങ്ങനെ ഭാരം ഇരിക്കുന്ന പോലത്തെ ഫീലിംഗ് ഉള്ള രണ്ട് മെഡിസിൻസ് ആണ് ഫീമെയിൽ റെമഡീസ്, ദാറ്റ് ഈസ് ലാക്ടസിസ് ആൻഡ് സെപ്പിയ. സെപ്പിയ ഇസ് സെക്കൻഡ് മെഡിസിൻ. പിന്നെ ലെഡ് ഓൺ ദ ഓക്സിപ്യൂട്ട് സ്ഥലത്തും ഈ വേർട്ടെക്സിന്റെ അവിടെ പ്രഷറും ലെഡ് ഓൺ ദ ഓക്സിപ്യൂട്ടും തോന്നിക്കുന്ന മെഡിസിൻ ആണ് ദിസ് ലാക്ടസിസ്. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം, ജസ്റ്റ് റെഡ് ലൈൻ മാത്രം ഒന്ന് റിവൈൻഡ് ചെയ്യാം. ആൽക്കഹോളിക്സിന്റെ കിക്ക്, രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നിട്ടുണ്ട്, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര തലവേദന, ബ്ലൈൻഡ്ലി വി ക്യാൻ ഗിവ് ദിസ് ലാക്ടസിസ്. നമുക്ക് ഭയങ്കര ഒരു ഇമോഷണൽ എന്തെങ്കിലും ട്രോമ ഉണ്ടായി, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്ത്, വി കാൺട്ട് എക്സ്പ്രസ് ഇറ്റ് ആൻഡ് വി ആർ ജസ്റ്റ് സപ്രസിങ് ഇറ്റ്. നമുക്ക് നിവൃത്തികേട് കൊണ്ട് നമുക്ക് വി ക്യാൻ ജസ്റ്റ് സപ്രസ് ഇറ്റ്, നമുക്ക് സപ്രസ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എങ്കിൽ ജസ്റ്റ് തിങ്ക് ഓഫ് ദിസ് സപ്രഷൻ. എനിവേ ഓൾ ടൈപ്പ് ഓഫ് സപ്രഷൻസ് വി ക്യാൻ ഗിവ് ദിസ് ലാക്ടസിസ്. അതായത് ഇപ്പോ മെൻസസ് സപ്രസ്ഡ് ആണ്, പിന്നെ ആൻഡ് ദാറ്റ് ടൈം ഓൾസോ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ലാക്ടസിസ്. പിന്നെ നമുക്കറിയാം ടെമ്പിൾസ് ആണ് ലൊക്കേഷൻ കൂടുതൽ. ടെമ്പിൾസ് മാത്രം പറയാൻ പറ്റത്തില്ല, ടെമ്പിൾസ് ലൊക്കേഷൻ ഉണ്ട്, വേർട്ടെക്സ് ഉണ്ട്, ഓക്സിപ്യൂട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും കേസസിലാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ലാക്ടസിസ്. നെക്സ്റ്റ്, ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ഫോർഹെഡ്. ഇപ്പൊ ഓരോരോ ലൊക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് എന്താ മെഡിസിൻ കുറച്ചും കൂടെ ആക്റ്റീവ്. ബ്ലൈൻഡ് നമ്മൾ ഗ്ലോണോയിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യും, ഓക്കെ. പക്ഷേ അതർ ദാൻ ദാറ്റ് നമുക്ക് കൊടുക്കാൻ എന്താണ്, അതർ ദാൻ ദാറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻസ് ആണ് ഈ പറഞ്ഞ പോലെ ആ സ്ട്രൈക്കിംഗ് പോയിന്റ്സ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ്. അതായത് ഇപ്പം ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഫോർഹെഡിലാണ് തലവേദന തുടങ്ങുന്നത്. അതായത് അമേരിക്കൻ സിക്ക് ഹെഡേക്ക് ബിഗിൻസ് ഓൺ ദ ഫോർഹെഡ്. ഫോർഹെഡിൽ തുടങ്ങിയിട്ട് എക്സ്റ്റെൻഡ് ടു ദ ഓക്സിപ്യൂട്ട്. ഈ തുടങ്ങി പുറകിലോട്ട് പോകുന്ന ലൊക്കേഷൻ അനുസരിച്ച് തലവേദനയുടെ നമ്മുടെ മെഡിസിൻസ് മാറുന്നുണ്ട്. അതായത് ഇപ്പൊ ചില മെഡിസിൻസ് ഉണ്ട് കഴുത്തിൽ നിന്ന് തുടങ്ങി ബാക്കിലോട്ട് പോകുന്നതുണ്ട്, ഇനി മുമ്പിൽ തുടങ്ങി ബാക്കിലോട്ട് പോകുന്ന മെഡിസിൻസ്. അൺമ്യൂട്ട് ചെയ്യാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ മാഡം, നെറ്റ് ഇടയ്ക്ക് പോയി, അതാണ്. പോയി, ഔട്ടായി പോയോ? അതെ, ഔട്ടായി പോയി ഇടയ്ക്ക്. ഓക്കെ. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്തായാലും നെറ്റ് ശരി, നെറ്റിന് എന്തോ ചെറിയ പ്രശ്നം പറ്റും മാഡം. ഇടയ്ക്കിടയ്ക്ക് സോറി. ഓക്കെ. അപ്പോ
അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന എന്താണ് അമ്മ ഫോർ ഹെഡിൽ തുടങ്ങി. അപ്പൊ നമുക്ക് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് മെഡിസിൻ ഇങ്ങനെ മാറി മാറി വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഫോർ ഹെഡിൽ തുടങ്ങിയിട്ട് ബാക്കിലോട്ട് പോകുന്ന മെഡിസിൻസും ഉണ്ട് നമുക്ക്. അതേപോലെ പിന്നെ എന്താണ് ഓക്സിപ്യൂട്ടിൽ തുടങ്ങി ബാക്കിലോട്ട് പോകുന്നുണ്ട്. സെർവൈക്കൽ സ്പൈനിലോട്ട് മൊത്തം എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത് ഓരോന്നും ചെറിയ ചെറിയ ഡിഫറൻസ് ആണുള്ളത്. അപ്പം ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഫോർ ഹെഡിൽ തുടങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്നു? ഓക്സിപ്യൂട്ടിലോട്ട് പോകുന്നു. പിന്നെ എപ്പോഴത് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ തുടങ്ങുന്നു. എപ്പോ? എണീക്കുന്ന ടൈം മുതൽ, ഓൺ റൈസിങ് ഫ്രം ദ ബെഡ്. കട്ടിലിൽ നിന്ന് എണീക്കുന്നത് മൂലം തലവേദന. ഈ കട്ടിലിൽ നിന്ന് എണീക്കുന്നത് മൂലം തലവേദന തുടങ്ങുന്ന വേറൊരു മെഡിസിൻ ആണ് ബ്രയോണിയ. പിന്നെ ഇന്റൻസ് ത്രോബിംഗ് പ്ലസ് നോഷ്യ പ്ലസ് വമിറ്റിംഗ്. ഈ ഇന്റൻസ് ത്രോബിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോണോയിൻ ഈസ് അനദർ മെഡിസിൻ ദാറ്റ് ഈസ് ഹാവിംഗ് ദിസ് ത്രോബിംഗ് ഇഫക്റ്റ്. ത്രോബിംഗ് ഇഫക്റ്റ് ഉള്ള നേരത്തെ ഒരു മെഡിസിൻ പറഞ്ഞ ഗ്ലോണോയിന. അതേപോലെ തന്നെ ഇതിനും ഇന്റൻസ് ത്രോബിംഗ് ഉണ്ട്. നോഷ്യ പ്ലസ് വമിറ്റിംഗ് മൈഗ്രെയിന്റെ മെയിൻ സിംറ്റം ആണല്ലോ നോഷ്യ പ്ലസ് വമിറ്റിംഗ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നോഷ്യ പ്ലസ് വമിറ്റിംഗ് പ്ലസ് ബ്ലൈൻഡ്നെസ് ഒക്കെ എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കൺകോമിറ്റന്റ് സിംറ്റം വെച്ചിട്ടാണ് ഈ മെഡിസിൻ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൺസ്റ്റിപ്പേഷൻ, ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ. ബ്ലൈൻഡ്നെസിന്റെ കൂടെ തന്നെ ദേ വിൽ ബി ഹാവിംഗ് ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ. ഇതിന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ, അതായത് ഫോർഹെഡിൽ തുടങ്ങി ഓക്സിപ്യൂഡിലേക്ക് പോയി നോഷ്യ വമിറ്റിംഗ് ഉണ്ട്, പ്രിസീഡഡ് ബൈ ബ്ലൈൻഡ്നെസ് ഉണ്ട്, പ്ലസ് കോൺസ്റ്റിപ്പേഷൻ വരുന്ന അതർ 2 മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഐറിസ് ആൻഡ് സാങ്കുനേറിയാണ്. നമുക്കറിയാം, നമുക്ക് ഈ ഹെഡേക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 3 മെഡിസിൻസ്, ഒന്ന് സാങ്കുനേറി. നമ്മൾ കൊടുക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ മെഡിക്കകത്ത് പലതും പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള മെഡിസിൻസ് ഒന്ന് ബെൽഡോണ, പിന്നെ രണ്ടാമത്തെ സാങ്കുനേറിയ, മൂന്നാമത്തെ കാലിബൈക്ക്, നാലാമത്തെ ഗ്ലോണോയിൻ, അഞ്ചാമത്തത് നാട്രമോർ, ഈ മാക്ഫോസ്. ഇത്രയും മെഡിസിൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പൊ അതിലുള്ള ഒരാളാണ് ഈ ഐറിസും സാങ്കുനേറിയും. ബേഴ്സ്, നോയ്സ്, ലൈറ്റ്, മോഷൻ. പിന്നെ സൗണ്ടിനോട് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതായത് നോയ്സും ലൈറ്റ് മോഷൻ, ചെറിയ സൗണ്ടിനോട് പോലും ഭയങ്കര സെൻസിറ്റീവ് ആണ്. ലൈറ്റിന്റെ പ്രകാശം, മോഷൻ, സൗണ്ട്, മോഷൻ, ഇതിനെല്ലാം സെൻസിറ്റീവ് ആണ്. ഇതിന് വേറൊരു മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സൈലീഷ്യ. ഇത് വേഴ്സ്, നോയ്സ്, ലൈറ്റ്, മോഷൻ. അനദർ മെഡിസിൻ ഈസ് സൈലീഷ്യ. പിന്നെ ബെറ്റർ പ്രഷർ ബാൻഡേജിങ് ഹെഡ് ടൈറ്റ്ലി. ഈ തലക്കെട്ട് കെട്ടുമ്പോൾ തലവേദന കുറയുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അർജന്റനൈട്രിക്കം, പൾസാറ്റില, പിന്നെ സൈലീഷ്യക്ക് പ്രഷർ ബാൻഡേജിങ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അതേപോലെ ഒരു സാധനമാണ് ഈ പറഞ്ഞ എല്ലാം സിംറ്റം വരുന്ന മെഡിസിൻ ഏതാണ്? ലാക് ഡിഫ്ലോറേറ്റൻ ഇസ് എ മെഡിസിൻ. പിന്നെ കോപ്പിയസ് പെയിൽ യൂറിൻ, ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കൺകോമിറ്റന്റ് സിംറ്റം വരുന്നെങ്കിൽ ബ്ലൈൻഡ്ലി വി ക്യാൻ ഗെറ്റ് ദിസ് ലാക് ഡിഫ്ലോറേറ്റ്. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. തുടങ്ങുന്ന എവിടെ? ഫോർഹെഡിൽ നിന്ന്. എങ്ങോട്ട് പോകുന്നു? ഓക്സിപ്യൂട്ടിലേക്ക് പോകുന്നു. എന്തൊക്കെ കൺകോമിറ്റന്റ് സിംറ്റം ഉള്ളത്? അതായത് നമ്മൾ നേരിടുന്ന ഒരു നോർമൽ മൈഗ്രെയിന് വേണ്ടുന്ന എല്ലാ ജനറൽ സിംറ്റംസും ഉണ്ട്. അതായത് ദർ വിൽ ബി നോഷ്യ, വമിറ്റിംഗ്, പിന്നെ മുമ്പ് ഒരു ബ്ലൈൻഡ്നെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നോഷ്യ, വമിറ്റിംഗ്, ബ്ലൈൻഡ്നെസ് എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ എന്താണ്? ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷനും പെയിൽ യൂറിനും. അത് രണ്ടുമാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ്? നോയ്സിനോട് ഭയങ്കര നമ്മൾ ലാക് ഡിഫ്ലോറേറ്റ് ഒക്കെ അധികം യൂസ് ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അതേപോലെ ബാൻഡേജിങ് ഹെഡ്, അത് ചില പേഷ്യൻസ് അതുപോലെ വന്ന് പറയും, എനിക്ക് തലയിൽ തുണി വെച്ച് ഇറുക്കി കെട്ടിയാലേ ഡോക്ടർ എനിക്ക് ഇപ്പൊ കുറയുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ്. ഇത് പറയാം പൾസാറ്റ്ല, പിന്നെ സൈലീഷ്യ, അർജന്റനൈട്രിക്കും ആൻഡ് ലാക് ഡിഫ്ലോറേറ്റും. ഇത്രയും മെഡിസിൻസ് ആണ് ഈ ബാൻഡേജിങ് ഹെഡ് ടൈറ്റ്ലി നല്ലോണം അമൽറേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ പട്ടിയുടെ കടി. നമ്മൾ ചില കേസസ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടോ, എല്ലാ ഡോക്ടേഴ്സിനും അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ പട്ടിയുടെ കടി കിട്ടിയതിന് ശേഷം നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ വരും, ഡോക്ടറെ നമ്മൾ വാക്സിനേഷൻ എടുക്കുകയാണ്, പക്ഷെ നമുക്ക് എന്താ കാരണം, എന്തിനാ വാക്സിനേഷൻ? പട്ടി കടിച്ച്. ഓക്കെ, അപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഇത്ര ദിവസം കൂടി ഉണ്ട്, പക്ഷെ എന്താണ് എനിക്ക് അപ്പൊ ഇനി ഹോമിയോ മെഡിസിൻ എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് വരും. പക്ഷെ ഭയങ്കര തലവേദന, പട്ടി കടിച്ചതിന് ശേഷം ഭയങ്കര തലവേദന. ഏതാ മെഡിസിൻ? ദാറ്റ് ഇസ് ലൈസിൻ. നമുക്ക് മെഡിസിൻ ഉണ്ട് അതിനും. ദാറ്റ് ഇസ് ലൈസിൻ ആണ് മെഡിസിൻ. അതായത് ക്രോണിക് ഫ്രം മെന്റൽ ഇമോഷൻ ഓർ എക്സേർഷൻ. ബേഴ്സ് ബൈ നോയ്സ്, റണ്ണിങ് വാട്ടർ ഓർ ബ്രൈറ്റ് ലൈറ്റ്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. റണ്ണിങ് വാട്ടർ, ബ്രൈറ്റ് ലൈറ്റ്, ബേഴ്സ് ബൈ ഇമോഷൻസ് സപ്രസ് ചെയ്യുമ്പോൾ വരുന്ന തലവേദന കുറെ മെഡിസിൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ എന്നാലും ഈ പറഞ്ഞ പോലെ പട്ടിയുടെ കടിയേറ്റിട്ടും
അതിന്റെ പേടിയും അതേപോലെ ഈ പറഞ്ഞ പോലെ എന്താണ് നോയിസ് റണ്ണിങ് വാട്ടർ അഗ്രവേഷൻ ആൻഡ് ഓൾസോ ബ്രൈറ്റ് ലൈറ്റ്. ഈ ഭയങ്കര ലൈറ്റ് കൊണ്ട് അഗ്രവേഷൻ ആകുന്ന അല്ലെങ്കിൽ ഹെഡേക്ക് കൂടുന്ന മെഡിസിൻസ് കുറെ ഉണ്ട്. ഈ ലാഗ്നിഫ്ലോറൈഡ് ഒക്കെ ലൈറ്റ് കൊണ്ട് തലവേദന കൂടുന്ന മെഡിസിൻസ് ആണ്. സൈലീഷ്യം തലവേദന ലൈറ്റിന്റെ ഇത് കൊണ്ട് തലവേദന കൂടുന്നതാണ്. അതേപോലെ ഈ ലൈറ്റിന്റെ തിളക്കമുള്ള ലൈറ്റ് അടിക്കുമ്പോൾ തലവേദന വരുന്ന മെഡിസിൻ ഇസ് ലൈസിൻ. ചില ആൾക്കാർക്ക് ഉണ്ടത്, തിളക്കമുള്ള ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് തലവേദന വരും. ആൻഡ് ദാറ്റ് ഇസ് ലൈസിൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാല് ഹൈപ്പർക്ക് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസസ് നമുക്ക് പറയാറുണ്ട്. ഇത് ഈ എപ്പിലെപ്സി വരുന്ന പേഷ്യൻസിനുണ്ടല്ലോ, എപ്പിലെപ്സി വരുന്ന പേഷ്യൻസിന് ആഫ്റ്റർ ദ എപ്പിലെപ്സിക്ക് ശേഷം നമ്മളിങ്ങനെ വന്ന് പറയാം, ഡോക്ടർ ഇവൻ ഇങ്ങനെ കുട്ടിക്ക് എപ്പിലെപ്സി ഉണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ എപ്പിലെപ്സി വന്നതിന് ശേഷം ഈ കുട്ടിക്ക് ഭയങ്കര തലവേദന. അപ്പൊ എന്ത് സിംറ്റാ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ബോറിംഗ് ഹെഡ് ഇൻ ടു ദ പില്ലോ. തലയണ ഇങ്ങനെ കൊണ്ടുവന്ന് തലയണക്കകത്തോട് കുഴിച്ച് കയറ്റുവാണ്, റോളിംഗ് ഫ്രം തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കുന്നുണ്ട്. ബീറ്റിംഗ് ഹെഡ് വിത്ത് ഹാൻഡ്സ്, തലയിൽ കൈയിട്ട് അടിക്കുന്നുണ്ട്. വിത്ത് എപ്പിലെപ്റ്റിക് സിംറ്റംസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു പേഷ്യന്റ് ആണെങ്കിൽ തിങ്ക് ഓഫ് ദിസ് ഹെലബോറസ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തൊരു മെഡിസിൻ എന്ന് വെച്ചാൽ അക്യൂട്ട് ആയിട്ട് നമ്മൾ കരുതുന്ന മെഡിസിൻ ആണ്, പക്ഷെ അക്യൂട്ട് അല്ല. അതിനും ഈ ഒരു സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഹെഡേക്കിന് മുമ്പ് ബ്ലൈൻഡ്നെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹെഡേക്കിന് മുമ്പ് ബ്ലൈൻഡ്നെസ് വരുന്ന കുറെ മെഡിസിൻസ് ഉണ്ട്. അതായത് കാലിബൈക്കിനുണ്ട്, ലാക്നിഫ്ലോറേറ്റത്തിനുണ്ട്, പിന്നെ ഐറിസിനുണ്ട്, പിന്നെ സാങ്കുനേറിയൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും ഉണ്ട് ഈ പറയുന്ന മെഡിസിൻ ഉണ്ട്, അക്യൂട്ട് മെഡിസിൻ. പക്ഷെ ഇതിനും ഉണ്ട് തലവേദനയ്ക്ക് മുമ്പ് എന്താണ് ബ്ലൈൻഡ്നെസ് ഉണ്ട്. പിന്നെ ഈ തലവേദന വന്നിട്ട് തലവേദന കുറയാൻ എന്ത് ചെയ്യണം? ഓരോന്നിനും ഓരോന്നായിരിക്കും. ചിലവർക്ക് എന്താണ് ബ്ലഡ് പൊട്ടിപ്പോയ തലവേദന, അത് മൂക്കിൽ കൂടെയോ മെൻസസ് ആയിട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴേ തലവേദന കുറയും. പക്ഷെ ചില ആൾക്കാർക്ക് ഡിസ്ചാർജ് പോയി കഴിഞ്ഞാൽ മിക്കവാറും തലവേദന കുറയും. കാരണം കൺജഷൻ കുറയുന്നതുകൊണ്ടാണ് അതിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതുപോലെ യൂറിനേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തലവേദന കുറയുകയാണ്. ബെറ്റർ ബൈ പ്രൊഫ്യൂസ് യൂറിനേഷൻ. യൂറിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തലവേദന കുറയുന്നു. എവിടാ തുടങ്ങുന്നത്? സെർവൈക്കൽ സ്പൈനിലാണ് തുടങ്ങുന്നത്. സെർവൈക്കൽ സ്പൈനിൽ തുടങ്ങിയിട്ട് എവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു? ഫോർ ഹെഡിന്റെ, നമ്മൾ നേരത്തെ മുമ്പിൽ നിന്ന് പുറകിലോട്ട് പോകുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് സെർവൈക്കൽ സ്പൈനിന്റെ അവിടെ തിരിച്ച് മുമ്പോട്ട് വരികയാണ്. ഫോർഹെഡിലോട്ട് എക്സ്റ്റെൻസ് ഓവർ ദി പിന്നെ ഓവർ ദി ഹെഡ്, കോസിങ് ബേസ്റ്റിംഗ് സെൻസേഷൻ ഐബോൾസ്. ഇനി പ്രഷറിങ് കയറി വന്ന് കണ്ണിപ്പോ പൊട്ടിത്തെറിച്ചു പോകുന്നു പറഞ്ഞ് നമുക്ക് തോന്നുകയാണ് എങ്കിൽ വിച്ച് ഇസ് എ മെഡിസിൻ. അത് അതിന്റെ അത് മെഡിസിൻ ഇസ് ജെൽസീമിയം. അതിന്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ട്? സാങ്കുനറിക് സെൻസേഷൻ ഉണ്ട്, സൈലീഷ്യക്ക് ഉണ്ട്. ഇത്രയാണ് ഈ രണ്ട് മെഡിസിൻസ്. ഇതേപോലത്തെ സെൻസേഷൻ ഉണ്ട്. വേഴ്സ് മെന്റൽ എക്സേഷൻ. ഈ മെന്റൽ എക്സേഷൻ ഒരുപാട് കൊണ്ട് വരുന്ന മെഡിസിൻസ് ഒരുപാടുണ്ട്. ഈ മെന്റൽ എക്സേഷൻ ഒരുപാട് വരുന്നപ്പോഴേക്ക് സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ലാക്സസ് ആണ്. അതേപോലെ മെന്റൽ എങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്രസ് ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാക്സസ് ഒക്കെ കൊടുക്കാം. പക്ഷെ അങ്ങനല്ല, നമുക്കൊരു അക്യൂട്ട് ആയിട്ട് നമുക്കൊരു ഇന്നിപ്പോ ഒരു എന്തെങ്കിലും ഒരു പെട്ടെന്ന് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടായി, അപ്പൊ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ജെൽസീമിയം. നെക്സ്റ്റ്, വേഴ്സ് മെന്റൽ എക്സേഷൻ, സ്മോക്കിംഗ്, ഹീറ്റ് ഓഫ് സൺ, ലൈയിങ് വിത്ത് ഹെഡ് ലോ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഈ പറഞ്ഞ ആൾക്കാർക്ക് തല എപ്പോഴും ഇച്ചിരി പൊക്കി വെച്ച് കിടക്കുമ്പോൾ ആശ്വാസം കിട്ടും. ലൈയിങ് വിത്ത് ഹെഡ് ലോ ഇവർക്ക് പെട്ടെന്ന് എന്താ തലവേദന കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ജെൽസീമിയ. വൺസ് അഗെയിൻ, ജെൽസീമിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സൺ ഹെഡേക്കിനകത്ത് വരുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾ തന്നെയാണ് ജെൽസീമിയം. എന്താണ് പ്രിസീഡഡ് ബൈ എന്താണ് ബ്ലൈൻഡ്നെസ്. ആഫ്റ്റർ എന്താണ് യൂറിനേഷൻ ചെയ്യുമ്പോഴത്തേ പ്രൊഫ്യൂസ് യൂറിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്ത ആശ്വാസം കിട്ടും? തലയണ പൊക്കി വെച്ചവർക്ക് ആശ്വാസം കിട്ടും. പിന്നെ തലവേദന എവിടുന്ന് തുടങ്ങുന്നത്, എങ്ങോട്ടാ പോകുന്നത്? സെർവിക്കൽ സ്പൈനിലാണ് തുടങ്ങുന്നത്. എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ടാ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പ്രഷർ എങ്ങോട്ടാ പോകുന്നത്? കണ്ണിന്റെ അങ്ങോട്ടേക്ക് പോയിട്ട് കണ്ണ് പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നു, അത്രയ്ക്ക് പ്രഷർ. ഇത്രയും അനുഭവപ്പെടുന്നതാണ്. ഇറ്റ്സ് ബൈ സപ്രസ്ഡ് ഇമോഷൻസ്. എങ്ങനെയുള്ള ഇമോഷൻസ് ആണ്? അക്യൂട്ട് ഇമോഷൻസ് ആണ്. ഇപ്പൊ ക്രോണിക് ഇമോഷൻസ് ആണെങ്കിൽ വി ക്യാൻ, ഇപ്പൊ മെയിൻറ്റെയിനിങ് കോസ് ആയിട്ട് നമുക്കൊരു സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ലാക്സസ് ലൈക്ക് മെഡിസിൻസ് ഒക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ അക്യൂട്ട് ആയിട്ടൊരു ഇതാണെങ്കിൽ നമുക്ക് വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെഡിസിൻ, ദാറ്റ് ഇസ് ജെൽസീമിയം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത്, സ്പീഡ് കൂടുന്നുണ്ടോ മാഡം? സ്പീഡ് കൂടുന്നുണ്ടോ? കൂടുന്നതായിട്ട് ആരും പറഞ്ഞില്ല. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പോവാം. അതായത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ചുറ്റിക വെച്ച് അടിക്കുന്ന മെഡിസിൻസും കുറെ ഉണ്ട്. അതായത് ഇപ്പൊ നാട്രമൂറിന്, ഇപ്പൊ ഞാനിപ്പോ ജെൽസീമിയത്തിന്റെ സെർവൈക്കൽ സ്പൈനിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ നട്ടല്, ഈ സെർവൈക്കൽ സ്പൈനിലോട്ട് ആക്ഷൻ, തലവേദന പ്ലസ് പെയിൻ ഓൺ ദ സെർവൈക്കൽ സ്പൈനുള്ള വേറൊരു സൂപ്പർ മെഡിസിൻ ഉണ്ട്, ദാറ്റ് ഈസ് മെഡോറിനോ. നമ്മൾ അധികം ചിന്തിക്കാത്തൊരു മെഡിസിൻ ആണ് അത്, മെഡോറിനോ ആണ്.
അപ്പൊ അതേപോലെ ഈ ചുറ്റിക വെച്ച് അടിക്കുന്ന മെഡിസിൻസ് കുറെ ഉണ്ട്. ചുറ്റിക വെച്ച് അടിക്കുന്ന മെഡിസിൻസ് വെച്ചാൽ ഒരു 3-4 മെഡിസിൻസ് ഉണ്ട് മെയിൻ ആയിട്ട്. അതായത് ചുറ്റിക വെച്ച് അടിക്കുന്ന ഒരു സെൻസേഷൻ വന്നിട്ട് പൾസേറ്റിംഗ് പെയിൻ, ഈ നേരത്തെ ത്രോബിങ് പറഞ്ഞ പോലെ തന്നെ പൾസേറ്റിംഗ് പെയിൻ വന്നിട്ട് മസ്റ്റ് ലൈ ഡൗൺ, കിടന്നാൽ മാത്രമേ കുറയത്തുള്ളൂ. വിത്ത് അവേർഷൻ ടു ഈറ്റിംഗ് ആണ്, ഫുഡേ കഴിക്കത്തില്ല. അവേർഷൻ ടു ഫുഡോ ഇത് കഴിക്കാൻ ഒട്ടും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഫോർ 2-3 or 4 days, ഈവൻ 2 or 3 weeks, ഒരു 3 ആഴ്ച വെച്ച് വരെയൊക്കെ തലവേദന നിൽക്കുകയാണ്. അപ്പൊ എവിടെയാണ്? സോ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഹാമറിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആണ്. പൾസേറ്റിംഗ് ടൈപ്പ് ആണ്. എന്ത് ചെയ്താൽ കുറയും? കിടന്നാൽ മാത്രമേ കുറയുള്ളൂ. ഫുഡ് ഒട്ടും കഴിക്കത്തില്ല. തലവേദന കുറേ ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. വിച്ച് ഇസ് എ മെഡിസിൻ, ദാറ്റ് ഇസ് ഫെറമെറ്റ്. മെഡിസിൻ എന്ന് പറയുന്നത് ഫെറമെറ്റ് ആണ്. നമ്മൾ ഒട്ടും അധികം ചിന്തിക്കാത്ത മെഡിസിൻ. പക്ഷെ ഇതിനകത്ത് എല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഒന്നീ യൂട്രൈൻ റെമഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് റെമഡി ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഹെഡേക്ക് റെമഡി ആയിരിക്കും, ഒരു എന്താ പറയുന്ന തലയിൽ ആക്ഷൻ ഉള്ള മെഡിസിൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് കൂടുതലും വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഹീമോഗ്ലോബിന്റെ വേരിയേഷൻ കൊണ്ട് തലവേദന, അതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. 2 മെഡിസിൻസ് കൂടുതൽ ഇൻഡിക്കേറ്റഡ്. ഒന്ന് നമുക്കറിയാം സ്പിക്രിക് ആസിഡ്, അതുപോലെ തന്നെ ആക്ഷൻ ഉള്ള ഒരു മെഡിസിൻ ആണ് സൈക്ലാമാൻ. അതായത് എങ്ങനെയാണ്? ഹെഡേക്കിന്റെ അനീമിക് പേഷ്യൻസ് വിത്ത് ഫ്ലിക്കറിംഗ് ബിഫോർ ദ ഐസ്, ഈ HB വേരിയേഷൻ വരുമ്പോഴാണ് മിക്കവാറും എന്ത് സംഭവിക്കുന്നത്? കണ്ണിന്റെ മുമ്പിൽ ഫ്ലിക്കറിംഗ് അനുഭവപ്പെടും. ഫ്ലിക്കറിംഗ് ബിഫോർ ദ ഐസ് ഒരു ഡിം വിഷൻ ഓൺ റൈസിംഗ് ഇൻ ദ മോർണിംഗ്. രാവിലെ എണീക്കുമ്പോൾ തലവേദനയോട് കൂടി എണീക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ഒന്ന് ബ്രയോണിയ, രണ്ടാമത്തേത് ഏതാണ്? എണീക്കുന്നത് തലവേദനയോട് കൂടി എണീക്കുന്ന മെഡിസിൻ ലാക്കസിസ്. പിന്നെ അടുത്ത ഏതൊക്കെയാണ്? സൈക്ലാമൻ. ലാക്കസിസ് പിന്നെ എണീക്കുമ്പോഴും നല്ല, എപ്പം ഉറങ്ങി എണീറ്റാലും തലവേദനയാണ്, സ്ലീപ്പിന്റെ അഗ്രവേഷൻ ആണ്. അതേപോലത്തെ ഒരു മെഡിസിൻ ആണ് ഇത് സൈക്ലാമൻ. സൈക്ലാമന്റെ പ്രത്യേകത എന്താണ്? അനീമിക് പേഷ്യൻസിന്റെ ഹെഡേക്ക്. പിന്നെന്താണ്? ഫ്ലിക്കറിംഗ്. കൺകോമിറ്റന്റ് സിംറ്റം എന്താണ്? ഫ്ലിക്കറിംഗ് ബിഫോർ ദ ഐസ്, കണ്ണിന്റെ മുമ്പിൽ ഫ്ലിക്കറിംഗ് അനുഭവപ്പെടുകയാണ്. പിന്നെന്താണ്? ഡിം വിഷൻ, കാഴ്ച മങ്ങുന്നുണ്ട്. അതേപോലെ ഫ്ലിക്കറിംഗ് ബിഫോർ ദ ഐസ് ആണ്. ഓൺ റൈസിംഗ് ഇൻ ദ മോർണിംഗ്, രാവിലെ എണീക്കുമ്പോഴേ തലവേദനയായിട്ട് എണീക്കുന്ന മെഡിസിൻ ആണ് സൈക്ലാമൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ലാക്കസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ മെനോപോസ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തലവേദന, മെനോപോസ് സമയത്ത് ഉണ്ടാകുന്ന തലവേദന വന്നിട്ട് ത്രോബിങ് പൾസേറ്റിംഗ് ആണ്. നമുക്ക് തലയിൽ ഇങ്ങനെ എന്താ പറയാ, ത്രോബ് ചെയ്ത്, ഗ്ലോണോയിന്റെ ഒക്കെ കണക്ക് ത്രോബ് ചെയ്ത് പൾസേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് തലവേദനയാണ്. വേഴ്സ് ഡ്യൂറിങ് 2 or 3 days ഓഫ് അക്കസ്റ്റംഡ് മെൻസ്ട്രൽ ഫ്ലോ. മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുമ്പോൾ, കാരണം ഒന്നാമത് ഇവർക്ക് ഈ മെൻസസ് എന്ന് പറയുന്ന ഒരു ഇറഗുലർ പാറ്റേണിലായിരിക്കും. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ഈ തലവേദന അനുഭവപ്പെടും. അതായത് നെർവസ് ഓർ മെൻസ്ട്രൽ ഹെഡേക്ക് ആണ്. ബിഫോർ, ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ഫ്ലോ, ഈ മെൻസസിന് മുമ്പ്, അല്ലെങ്കിൽ മെൻസസിന്റെ കൂടെ, അല്ലെങ്കിൽ മെൻസസ് കഴിഞ്ഞിട്ട്, ഈ 3 സമയത്ത് നമുക്ക് വരുന്ന ഈ ടൈപ്പ് ഓഫ് തലവേദനയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ക്രോക്കസ് സറ്റീവസ്. നമ്മൾ അധികം ചിന്തിക്കാത്ത ഒരു മെഡിസിൻ ആണ്, പക്ഷെ ക്രോക്കസ് സറ്റീവസ്. ഇതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ കണ്ടീഷൻ, ഇത് മെനോപോസ് ആണ്, മെൻസസിന് മുമ്പ്, ഡ്യൂറിങ് ദ മെൻസസ്, ആഫ്റ്റർ ദി മെൻസസ്, ഈ സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ 3 മെഡിസിൻസ് ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം ലാക്കസിസ്, അത് പിന്നെ മെനോപോസിന് ഏതിനും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലില്ലിയം ടിക് ആൻഡ് സീക്കേൽ കോർ ഈസ് ഓൾസോ ഇൻഡിക്കേറ്റ്, കാരണം ലുക്കോറിയൽ മെഡിസിൻസ് ആണ്. അപ്പൊ ലില്ലിയം ടിക്കും സീക്കേൽ കോറും എന്താണ്? ഈസ് ഇൻഡിക്കേറ്റഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് എന്താണ് മെനോപോസിന്റെ ഇറഗുലർ മെൻസസ് ടൈമിലും ആ മെനോപോസിന്റെ സമയത്ത് വരുന്ന തലവേദനയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ദിസ് ക്രോക്കസ് സറ്റീവസ്. നെക്സ്റ്റ്, ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് മെന്റൽ എക്സേർഷൻ എന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പം പല ടൈപ്പ് മെന്റൽ എക്സേർഷൻ തന്നെ നമുക്ക് പല രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. മെന്റൽ എക്സേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ടൊരു മെന്റൽ എക്സേർഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനാണെങ്കിൽ നമുക്ക് വേറെ മെഡിസിൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലാക്കസിസ് കൊടുക്കാം, സെപ്പിയ കൊടുക്കാം, അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അക്യൂട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ന്യൂസ് നമ്മൾ കേട്ടു, അപ്പൊ തൊട്ടേ നമുക്ക് തലവേദന തുടങ്ങി, വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ജെൽസീമിയം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ചില അതായത് നമ്മളിപ്പം ഓവർ എക്സസ്, നാളെ ഇപ്പം നമുക്കൊരു പരീക്ഷയാണ്, അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെയിൻ ആയിട്ടിരുന്ന് പഠിച്ചു, പിറ്റേ ദിവസം നമുക്ക് ഈ ഓവർ സ്ട്രെയിൻ കൊണ്ട് നമുക്ക് ഭയങ്കര തലവേദനയാണ്. അതേപോലെ ചില നമ്മളിപ്പം മഴയും കോളും ഒക്കെ ഉണ്ട് പല സ്ഥലത്തും, മഴയും ഇടിയൊക്കെ നടക്കുകയാണ്, അതുകൊണ്ടായിരിക്കും ഇന്നത്തെ പ്രശ്നം. തിരുവനന്തപുരത്ത് മഴയുണ്ടോ ജയചന്ദ്ര ഡോക്ടറെ? ഇന്ന് മഴയുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാം, ഇനി അൺമ്യൂട്ട് ചെയ്യാം.
ട്രിവാൻഡ്രത്ത് നല്ല മഴക്കോളുണ്ട്. വൈകുന്നേരമൊക്കെ മഴ പെയ്തു. ഇപ്പോഴും നല്ല മഴക്കോളുണ്ട്. അതുകൊണ്ടായിരിക്കും നെറ്റ് പ്രശ്നം. നിത്യ ഡോക്ടർ ക്ലൈമറ്റ് വളരെ പൂറാണ്. ക്ലൈമറ്റ് വളരെ പൂറാണ് ഇവിടെ. വന്നു. നിത്യ ഡോക്ടർ വീണ്ടും എത്തിയിട്ടുണ്ട്. ഡോക്ടറെ തുടങ്ങാം. സെമി ലാറ്ററലും ബൈലാറ്ററലൊക്കെയാണ് പറയാൻ കേൾക്കാമോ പോകുന്നത്. മാഡം? കേൾക്കാമോ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെറിയൊരു നെറ്റ് ചെറുത് പ്രശ്നമാണ്. അതാണ് മാഡം. ഓക്കെ. പലയിടത്തും മഴയും ഇടിയും കോളും ഒക്കെ ഉണ്ടല്ലോ. അതാണ് ഇന്ന് ഉച്ചതൊട്ട് ഇവിടെ നെറ്റ് ആകെ പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് പറ്റുന്നിടത്തോളം ചെയ്തു പോവാം. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്തോളാവേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കോഫിയാണ്. അതായത് കോഫിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മെന്റൽ എക്സർഷൻ, മെന്റൽ ഓവർ എക്സർഷൻ. നമ്മൾ ആരുടെങ്കിലും ഒക്കെ ഒരുപാട് എന്തെങ്കിലും ഒന്ന് വഴക്കടിക്കാൻ പോവുകയോ, അല്ലെങ്കിൽ തലേന്ന് പരീക്ഷയോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിറ്റേന്ന് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് വരുന്ന തലവേദന. പിന്നെ അതേപോലെ വൺ സൈഡ് ആസ്പിൻ നെയിൽ ഈസ് ഡ്രിവൺ ഇൻ ടു ദ ബ്രെയിൻ, ഒരു നെയിൽ ഡ്രിവൺ ഇൻ ടു ദ ബ്രെയിൻ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യയ്ക്കും ഉണ്ട്, നാക്സോമിക്കും ഉണ്ട്. ഓൾസോ ദിസ് കോഫിയ ക്രൂഡ. ആസ് എ ബ്രെയിൻ വെർ ടോൺ ഓർ ഡാഷ് ടു പീസസ്, ബ്രെയിൻ ഇങ്ങനെ കഷ്ണമായി പോയതുപോലത്തെ ഒരു ഫീലിംഗ്. വേഴ്സ് ഓപ്പൺ എയറിലോട്ട് പോകുമ്പോഴത്തേക്ക് തലവേദന കൂടുന്നുണ്ട് എങ്കിൽ തിങ്ക് ഓഫ് കോഫിയ. വൺസ് അഗെയിൻ കോഫി ഒന്നും കൂടെ പറയാം. നമുക്ക് ഭയങ്കര മെന്റൽ ഓവർ എക്സർഷൻ, ഓവർ ടോക്കിംഗ്, ഒരുപാട് നമുക്ക് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനത്തെ ഓവർ എക്സർഷൻ വരുന്ന സമയത്ത് പിറ്റേ ദിവസം നമുക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുകയാണ്. വൺ സൈഡഡ് ഹെഡേക്ക്. ഈ ടു സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ സെമി ലാറ്ററൽ ഹെഡേക്കും ഉണ്ട്, യൂണിലാറ്ററൽ ഹെഡേക്സും ഉണ്ട്. സൈലീഷ്യക്ക് സെമി ലാറ്ററൽ ഹെഡേക്ക് ആണ്. സോറി, ബൈലാറ്ററൽ ഹെഡേക്ക് ഉള്ള മെഡിസിൻസും ഉണ്ട്, സെമി ലാറ്ററൽ ഹെഡേക്ക് ഉള്ള മെഡിസിൻസും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? സെമി ലാറ്ററൽ ആണ്. ഒരു സൈഡേ ഉള്ളൂ തലവേദന. വൺ നെയിൽ ഈസ് ബീങ് ഡ്രിവൺ ഇൻ ടു ദ ബ്രെയിൻ ഡാഷ് ടു പീസസ്. ഇതാണ് ഈ മെഡിസിന്റെ പ്രത്യേകത. ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് തലവേദന ഒരിടത്ത് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ചില പേഷ്യൻസ് വന്ന് പറയാം, ഡോക്ടർ എന്തൊരു കഷ്ടം, ഒരിടത്ത് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്പടി തലവേദന തുടങ്ങും. അങ്ങനത്തെ ഒരു മെഡിസിൻ ആണ് ഇത്. അതായത് നേപ്പ് ഓക്സിപ്യൂട്ട് എക്സ്റ്റെൻഡിങ് ടു സ്പൈൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുമ്പിൽ നിന്ന് പുറകിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, പുറകിൽ നിന്ന് മുമ്പ് ലാക്ടിഫ്ലോറേറ്റും ഒക്കെ അറിയാം, മുമ്പിൽ നിന്ന് പുറകിലോട്ട് പോവാണ്. അതേപോലെ കഴുത്തിൽ നിന്ന് തിരിച്ചു വരുന്നതുണ്ട്, കഴുത്തിൽ നിന്ന് മുമ്പിലോട്ട് വരുന്നതുണ്ട്, ജെൽസീമിയ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇത് എന്താണ്, കഴുത്തിൽ നിന്ന് സ്പൈനിലോട്ട് പോകുന്ന മരുന്നാണ്, മെഡിസിൻ ആണ് ഇത്. അതായത് ഹെഡേക്കിന്റെ നേപ്പ് ആൻഡ് ഓക്സിപ്യൂട്ട് ഇത് എങ്ങോട്ട് പോകുന്നു? സ്പൈനിലോട്ട് പോകുന്നു. ആസ് ഇഫ് ടൈറ്റ്ലി ബൗണ്ട് ബൈ കോഡ്, എന്തോ ഒരു ഇതിട്ട് കെട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. വിത്ത് നോഷ്യ ആസ് ഇഫ് അറ്റ് സീ. നമ്മൾ സാധാരണ സീയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം നോഷ്യ അനുഭവപ്പെടും. അതേപോലത്തെ ഒരു നോഷ്യ എപ്പോഴും അനുഭവപ്പെടുകയാണ് അറ്റ് ഈച്ച് മെൻസ്ട്രൽ പീരീഡ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര എക്സോഷനും ഉണ്ട്. ഓരോ മെൻസ്ട്രൽ പീരീഡിലും ഇതേപോലെ സിവിയർ ഹെഡേക്ക് അനുഭവപ്പെടുകയാണ്. പിന്നെ വേഴ്സ് ലൈയിങ് ഓൺ ബാക്ക് ഓഫ് ഹെഡ്. ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. ഇത് ബാക്ക് ഓഫ് ഹെഡ് ഒരിക്കലും കിടക്കാൻ പറ്റത്തില്ല, ചരിഞ്ഞ് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. സിക്ക് ഹെഡേക്ക് ഫ്രം കാരേജ്, ബോട്ട് ആൻഡ് ട്രെയിൻ റൈഡിങ്. അതായത് ബോട്ടിൽ പോയാലോ, കാരേജിൽ പോയാലോ, ബസ്സിലോ വണ്ടിയിലോ എന്തൊക്കെ പോയാലും, കാരേജ് റൈഡിങ്, ട്രെയിനിൽ പോയാലോ ഒക്കെ ഈ തലവേദന. ഇതിന് അതുപോലെ വമിറ്റിംഗ് ഉള്ളൊരു മെഡിസിൻ ആണിത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ ദ കോക്കുലസ് ആണ്. അപ്പൊ കോക്കുലസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നേപ്പ് ഓഫ് നെക്ക് ആൻഡ് ഓക്സിപ്യൂട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? സെർവൈക്കൽ സ്പൈനിലോട്ട് പോകുന്നു, ബാക്കിലോട്ട് പോകുന്നു. പിന്നെ അതിന്റെ കൂടെ അസോസിയേറ്റ് സിംറ്റംസ് എന്താണ്? ടൈറ്റ്ലി ബൗണ്ട് ബൈ എ കോഡ്, ഒരു കോഡ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഫീലിംഗ്. നോഷ്യ ആസിഫെറ്റ്സി. നോഷ്യ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത്. നോഷ്യ ആസിഫെറ്റ്സി. ഇതിലൂടെ വേർട്ടിഗോയും കൂടെ ഒക്കെ ചിലപ്പോൾ കാണാം. പിന്നെ അറ്റ് മെൻസ്ട്രൽ പീരീഡ്, മെൻസ് സമയത്താണ് ഈ തലവേദന ഭയങ്കര കൂടുതൽ. ഈ മെൻസ് സമയത്ത് വരുന്ന തലവേദന വരുന്ന മെഡിസിൻസ് കുറെ ഉണ്ട്. നമ്മളിപ്പോ കുറെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ലാക്കസിസ്, പിന്നെ എന്താണ്, പിന്നെ ലാക്കസിസ്, ക്രിയോസോട്ടം, സെപ്പിയ, അതേപോലെ ഉള്ളൊരു സാധനമാണ് ഈ കോക്കുലസിന്. അതിന്റെ കൂടെ എന്തായിരിക്കും? ഭയങ്കര എക്സോഷനും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു മെഡിസിൻ ആണ്. സിക്ക് ഹെഡേക്ക് ആണ്. എങ്ങനെയാണ്? ഫ്രം കാരേജ് റൈഡിങ്, ബോട്ടോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന. തിങ്ക് ഓഫ് ദിസ് കോക്കുലസ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് സമയമായോ മേഡം? ഇല്ലല്ലോ. ഏകദേശം ആയി വരുന്ന ഒരു മറ്റേ എന്താണ് ഒരു മെഡിസിനോടൊക്കെ പറഞ്ഞിട്ടൊക്കെ നിർത്താം. ഇന്ററാക്ഷൻ ഉള്ള സമയം കൂടെ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാൻ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 എമർജൻസി മെഡിസിൻസ് ഒന്ന് പറയാമേ. അതായത് ഡോക്ടർ ചിരിക്കുകയൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെഷൻ കൂടെ വേണമെങ്കിൽ ഈ ഹെഡേക്ക് തന്നെ വാസ്റ്റ് ഇതുള്ള സബ്ജക്റ്റ് അല്ലേ ഹെഡേക്ക്. അല്ല, നമുക്ക് ഇപ്പം ഈ കേൾക്കുന്ന ഡോക്ടേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് എമർജൻസി മെഡിസിൻസ് പറയാമേ. അതായത് ഹെഡേക്ക് ഓഫ് സ്കൂൾ ഗേൾസ്. അതായത് നമ്മൾക്ക് ഈ സ്കൂൾ ഗേൾസ് ഹെഡേക്ക് കുറെ മെഡിസിൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 3 എണ്ണം നമുക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. അതായത് ഒന്ന്
കൽക്കേരിയ ഫോഴ്സ്, 2 കാലിഫോസ്, 3 നാട്രമൂർ, 4 ആസിഡ് ഫോഴ്സ്. ഇത്രയും 4 എണ്ണവും നമുക്ക് എന്താണ്. അതേപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്കുള്ള തലവേദനയുടെ മെഡിസിൻ വേറെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ സ്കൂൾ ഗേൾസ് ഹെഡേക്ക്, അതേപോലെ പിന്നെ വരുന്ന മെഡിസിൻസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇത്രയും മെഡിസിൻസ് ആണ് സ്കൂൾ ഗേൾസ് ഹെഡേക്ക്. ഈ സ്കൂൾ ഗേൾസ് ഹെഡേക്ക് വന്നിട്ട് അതിന്റെ കൂടെ ഡയറിയ കൺകോമിറ്റന്റ് സിംറ്റം ആയിട്ട് കൂടെ വരുന്നെങ്കിൽ ദാറ്റ് ഈസ് കൽക്കേരിയ ഫോഴ്സ്. കൽക്കേരിയ ഫോഴ്സ് ആണ് ആ തലവേദന സ്കൂൾ ഗേൾസ് പ്ലസ് എന്തായിരിക്കും ഡയറിയയും കൂടെ വരുന്നെങ്കിൽ ദാറ്റ് ഈസ് ദിസ് വൺ, ദിസ് കൽക്കേരിയ ഫോഴ്സ്. നെക്സ്റ്റ് ഒരു മെഡിസിനോട് പറയാം എന്നിട്ട് നിർത്താം. അതായത് ഹെഡേക്ക് വെൻ സ്റ്റൂപ്പിംഗ്, നമുക്ക് സാധാരണ കിട്ടാറുള്ള ഒരു സിംറ്റം ആണ്. അത് കുനിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് തലവേദന വരികയാണ്. പിന്നെ ലൊക്കേഷൻ എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ ഹെഡിൽ വരുന്ന ഒരു ലൊക്കേഷൻ വരുന്ന ഒരു മെഡിസിൻ ആണിത്. ഫ്രം അയണിങ് ഓൺ കഫിങ് ഇൻ മോർണിംഗ് ആഫ്റ്റർ റൈസിങ് അപ്പ് ഓർ വെൻ ഫസ്റ്റ് ഓപ്പണിംഗ് ഐസ്. ആദ്യം കണ്ണ് തുറക്കുമ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും. കമൻസിങ് ഇൻ ദ മോർണിംഗ്, ഗ്രാജുവലി ഇൻക്രീസിങ് അണ്ടിൽ ഈവനിങ്. പതുക്കെ പതുക്കെ മോർണിംഗിൽ തുടങ്ങി ഈവനിങ്ങിൽ നിൽക്കുന്നതാണ്. നമുക്കറിയാം മോർണിംഗിൽ തുടങ്ങി ഉച്ചക്ക് നിൽക്കുന്ന മെഡിസിൻസ് ഉണ്ട്, മോർണിംഗിൽ തുടങ്ങി അതായത് 9 o'clock to 3 o'clock നിൽക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഇത് അതേപോലെ മോർണിംഗ് തുടങ്ങി ഈവനിങ് വരെ, അത് സൂര്യൻ എന്ന് പറഞ്ഞ സാധനം വന്ന് സൂര്യൻ എന്ന് പറഞ്ഞ സാധനം പോകുന്നുണ്ട് വരെ തലവേദനയായിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? ഫ്രം കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുണ്ടാകുന്ന തലവേദന. ഇത്രയും ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് നൺ അതർ ദാൻ ദിസ് ബ്രയോണിയ. ഇതിന്റെ കൂടെ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു മെഡിസിൻ ആണ് ഏത്? ഹെഡേക്ക് ഫ്രം കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൂള് പോകാതെ, അതായത് എന്താ പറയുന്നത്, GAT കൺജഷൻ ആണ് ഉണ്ടാകുന്നത് കൊണ്ടാണ് തലവേദന വരുന്നതെങ്കിൽ വേറുള്ള മെഡിസിൻസ് എന്തൊക്കെയായിരിക്കും? അലോസ് ആൻഡ് കോളിൻസോണിയ. അലോസും കോളിൻസോണിയും ഇതിന്റെ കൂടെ തന്നെ എന്താണ് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ഇത് വേറെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്, ഓപ്പിയം ഒക്കെ ഉണ്ട് ഇതുപോലെ. എന്താണ് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് തലവേദന വരുന്ന വേറൊരു മെഡിസിൻ ആണ് ദിസ് ഓപ്പിയം ആൻഡ് കോളിൻസോണിയ. അതിന്റെ കൂടെ വരുന്ന മെഡിസിൻ ആണ് ദിസ് ബ്രയോണിയ. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്താം, കാരണം കുറെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് Okay. ഒരു സെഷൻ കൂടെ വെക്കാം ഡോക്ടറെ. അപ്പൊ നമുക്കൊരു സെഷൻ കൂടെ വെക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ററാക്ഷനിലേക്ക് പോവാം അല്ലേ? നിർത്തിയല്ലേ? അതെ, എന്താണ് മാഡം? എനിക്കറിയില്ല എന്ത് വേണം. സമയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിസിൻ കൂടെ പറയാം. ഒരു മെഡിസിൻ കൂടെ എന്തായാലും പറയാം. നമ്മൾ ഈ കോക്കുലസിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ പിന്നെ HB, നമുക്ക് ഈ HBയുടെ വേരിയേഷൻ കൊണ്ട് വരുന്ന തലവേദനയ്ക്കകത്ത് നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. സൈക്ലാമിൻ ഉണ്ട്, അതേപോലെ പിന്നെ പിക്രിക് ആസിഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താണ് HBയുടെ വേരിയേഷൻ കൊണ്ടുവരുന്ന ഈ കുട്ടികളുടെ ഹെഡേക്ക് ഒക്കെ പറയുന്ന മിക്കവാറും HB വേരിയേഷൻ. കാരണം അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഹീമോഗ്ലോബിൻ ഒക്കെ കറക്റ്റ് പിള്ളേർ ഫുഡ് കഴിക്കത്തില്ല, അപ്പൊ ഹീമോഗ്ലോബിനകത്ത് ഭയങ്കര വേരിയേഷൻ വരാം. അപ്പം അതുകൊണ്ട് HBയുടെ വേരിയേഷൻ കൊണ്ട് പ്രഷർ വേരിയേഷൻ വന്നിട്ട് തലവേദന വരുന്ന കേസസ് ആണ് ഈ കൽക്കരി. നമ്മുടെ അതിനകത്ത് നമുക്ക് അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ ആ ഇൻഡിക്കേഷൻ വെച്ചിട്ട് മെഡിസിൻ പറയുന്നതേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ ഇതിന്റെ കോസ് എന്ന് പറയുന്നത് അതാണ്, എന്താണ് HBയുടെ വേരിയേഷൻ കൊണ്ടാണ്. അതേപോലത്തെ ഒരു മെഡിസിൻ ആണ് ഇത്. ഹെഡേക്ക് ആസ് സ്കൾവുഡ് ബേഴ്സ്, തല പൊട്ടിത്തെറിക്കാൻ പോകുന്ന തലവേദന. ഇന്റൻസ് ത്രോബിങ് ഇൻ ദ കാരോട്ടിഡ്സിന്റെ അവിടെ നന്നായിട്ട് ത്രോബ് ചെയ്യുന്നുണ്ട്. ഫേസ് ഫ്ലഷ്, നല്ല ചുമന്നിരിക്കും. ഈ ചുമന്നിരിക്കുന്ന തലവേദന 2 ഉണ്ട്. ബെൽഡോണ ഉണ്ട്, മെല്ലിലോട്ടസ് ഉണ്ട്, ഇതുണ്ട്. അപ്പം ഫ്രം ഓക്സിപ്യൂട്ട് ഓർ ഓവർ ഹോൾ ഹെഡ്, ഇത് ബാക്കിൽ തുടങ്ങിയിട്ട് തല മൊത്തം ഒന്നും തലവേദന വരെയാണ്. സിറ്റിംഗ് ഓർ ലൈങ്, മസ്റ്റ് സ്റ്റാൻഡ് ഓർ വാക്ക്, അതായത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല, എണീറ്റ് നടന്നുകൊണ്ടേയിരിക്കണം. എണീറ്റ് നടക്കേണ്ട വേറൊരു മെഡിസിൻ ആരാന്ന് പറയും? റെസ്റ്റോക്സ് ആണ്. തലവേദനയ്ക്ക് എണീറ്റ് നടന്നാലേ കണ്ടിന്യൂസ് മോഷൻ പിന്നെ അമൽറേറ്റ് ചെയ്യുന്നത്. അതേപോലെ ആഫ്റ്റർ ഹെമറേജ് ഓർ സെക്ഷൽ എക്സസ്, ഈ ഒരുപാട് ബ്ലീഡിങ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ സെക്ഷൽ എക്സസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഈ റേപ്പ് കേസസ് ഒക്കെ വരുമല്ലോ, അങ്ങനത്തെ കേസസിനകത്തും അതേപോലെ എന്താണ് ബ്ലീഡിങ് ഒരുപാട് വന്നിട്ടുള്ള കേസസ്, ഇപ്പം അബോഷൻസ് ഒക്കെ ആയി അത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താണ് പിന്നെ പ്രിമച്ചുർ അബോഷൻസ് ആയി, അല്ലെങ്കിൽ എന്താണ് ഇൻഡ്യൂസ്ഡ് അബോഷൻസ് ആയി, അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് ഒരുപാട് ബ്ലീഡിങ് വന്നിട്ട് അതിനുശേഷമുള്ള തലവേദനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് നൺ അതർ ദാൻ സിങ്കോൺ. നമുക്കറിയാം ചൈനയാണത്. അപ്പം ഒന്നും കൂടെ പറയാം, എവിടാണ്? സ്കൾവുഡ് ബേഴ്സ്റ്റ്,
നെക്സ്റ്റ് ഇന്റൻസ് ത്രോബിംഗ് ഓഫ് ഹെഡ് ആൻഡ് കാരോട്ടിഡ്സ്. തലയുടെ കാരോട്ടിഡ്സിന്റെ ഹെഡിന്റെ അവിടെയും ഭയങ്കരമായിട്ട് ത്രോബ് ചെയ്യുന്നു. മുഖം നല്ല ഫ്ലഷ്ഡ് ആയിരിക്കും. വിളറിയ മുഖത്തിന് നമുക്ക് തലവേദന വരുന്ന മെഡിസിൻ വേറെ ഉണ്ട്. ചുമന്ന മുഖത്തിന് വേറെ മെഡിസിൻസ് ഉണ്ട്. പാലറിന് വേറെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഹെഡേക്ക് വരുമ്പോൾ ഒരു പേഷ്യന്റ് നമ്മുടെ തൊട്ട് വരുമ്പോഴത്തേക്ക് ആ തലവേദന വന്നെങ്കിൽ എന്താണ് ഇത് തലവേദന, ഏത് സ്ഥലത്ത് എങ്ങനെയാണ് തലവേദന എന്ന് നമ്മൾ ചോദിച്ചിട്ട് പെട്ടെന്ന് നാട്രമൂറോ അങ്ങനെ എഴുതാതെ നമുക്ക് ഓരോന്നിനും ഈ പാലറിന് വേറെ മരുന്നാണ്, HB കുറഞ്ഞത് കൊണ്ടാണെങ്കിൽ വേറെ മരുന്നാണ്, അതേപോലെ എന്താണ് കൺജഷൻ ആണെങ്കിൽ വേറൊരു മരുന്നാണ്, യൂട്രൻ മെൻസസ് വരാത്തത് കൊണ്ടാണെങ്കിൽ നമുക്ക് വേറെ മരുന്നാണ്. അതേപോലെ ഈ പറഞ്ഞ കേസസ് ബ്ലഡ് ഒത്തിരി പോയിട്ടുണ്ട്. ബ്ലഡ് ഒത്തിരി പോയിട്ട് ആ പേഷ്യന്റ് പക്ഷെ ബ്ലഡ് ഒത്തിരി പോയിട്ട് പേഷ്യന്റ് നമ്മൾ പാലറാണ് അവിടെ വരേണ്ടത്. പക്ഷെ പാലർ വരുന്നില്ല. മുഖം എങ്ങനെ ചുമന്നിരിക്കുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ നല്ല ഹെമറേജ് ഉണ്ട്. ഓക്സിപ്യൂട്ടിന്റെ അവിടുന്ന് നമുക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് ഓക്സിപ്യൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെന്താണ് ഹെമറേജിന് ശേഷം വരുന്നത് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല, തലവേദന കൂടും. അവിടെ എണ്ണീറ്റ് നടന്നുകൊണ്ടേയിരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് സിങ്കോണ. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും. ഇന്നത്തെ ക്ലാസ്സിന് നിത്യ ഡോക്ടർക്ക് നല്ലൊരു കയ്യടി. അയ്യോ, താങ്ക് യു മാഡം. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. തീ കത്തി പടരുന്ന പോലെ അങ്ങ് കത്തി വന്നത്. ഇടയ്ക്ക് അതിനൊരു നെറ്റ് പ്രശ്നമായിരുന്നു മാഡം. ഇന്ന് ഉച്ച തൊട്ടേ ഇവിടെ നെറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല എനർജറ്റിക് ക്ലാസ്. ഒത്തിരി അറിവുകളാണ്. നമുക്ക് തലവേദന, എല്ലാവർക്കും ഒരു തലവേദന ഉണ്ടാക്കാറുണ്ട് ചിലപ്പോ, ഏത് കൊടുക്കണമെന്നുള്ളത്. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സോടുകൂടി അതിനൊക്കെ ഒരു പേഷ്യനെ കാണുമ്പോഴേ ചിന്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിത്യ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്. മുമ്പേ വരുന്നവർക്ക് ചോദിക്കാം. ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടറിലേക്ക് പോകാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടറെ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഡോക്ടറെ സ്ക്രീനിൽ കാണുന്ന ഡോക്ടറെ ക്ലാസ് ഒക്കെ നമ്മൾ കാത്തിരിക്കുന്ന ക്ലാസ്സുകളാണ്. കാരണം അത്തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്കിടയ്ക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ടെന്ന് ചോദിച്ചോട്ടെ. പിന്നെ ഈ വീട്ടമ്മമാര് ഇങ്ങനെ കുത്തിയിരുന്ന് മീനിറക്കുകയോ അല്ലെങ്കിൽ മലക്കറി അരിയോ ഒക്കെ എത്തിയത് കുത്തിയിരുന്ന് പണി ചെയ്തിട്ട് പെട്ടെന്ന് എഴിക്കുമ്പോൾ അവരെ കണ്ണിൽ ഇരുട്ട് കയറുന്നതായിട്ടും പിന്നെ പെട്ടെന്ന് തലവേദന വരണതായിട്ടും പോയി കിടന്ന് ഒന്ന് കിടന്നിട്ട് എഴിക്കുമ്പോൾ അതങ്ങ് മാറും എന്ന് പറയാറുണ്ട്. പിന്നെ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന ചില ലേഡീസ്, കൂടുതലും ലേഡീസാണ്, അവര് ഫ്രണ്ടിലോട്ട് ഇപ്പൊ വണ്ടി മുമ്പോട്ട് പോകുമ്പോ മുമ്പോട്ടുള്ള സീറ്റ് ഇരുന്ന് അവർക്ക് പ്രശ്നമില്ല, ബാക്കിലോട്ട് ഇരുന്ന് ഉള്ള സീറ്റിലോട്ട് ഇരിക്കുമ്പോ അവർക്ക് ഭയങ്കര ഹെഡേക്കും ഭയങ്കര കൺജഷനും ഭയങ്കര വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് ഈ കോൺസ്റ്റിപ്പേഷന്റെ ഹെഡേക്കിനെ പറ്റി പറഞ്ഞില്ല, അത് മാഡം ബ്രയോണി പറഞ്ഞു. പക്ഷെ എനിക്ക് നെക്സോമിക്ക കൊടുത്ത ഒരുപാട് കേസുകൾ അതിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ചോദിക്കാനുള്ളത്, ഒരു കാറിൽ യാത്ര പലരും പറയാറുണ്ട് ബാക്ക് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ആണ്, തലവേദന വരും, വോമിറ്റിംഗ് വരും. അതേസമയം ഫ്രണ്ട് സീറ്റ് ഇരുന്ന പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? സാർ ഇത് എല്ലാത്തിനും ഡ്രഗ് ഇതിനകത്ത് മെഡിസിൻ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞിപ്പോ സാർ ഇപ്പൊ ചോദിച്ച എല്ലാത്തിനും മെഡിസിൻ പറഞ്ഞു. ആദ്യത്തെ മെഡിസിൻ എന്ന് വെച്ചാൽ കുനിഞ്ഞിരുന്ന് മീൻ മുറിക്കുമ്പോ പ്രയോണിയ, കാലിബൈക്ക്, ഇതെല്ലാം ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ അടുത്തത് പിന്നെ വേറെ സാർ അടുത്ത പറഞ്ഞ കാർ യാത്ര, ഈ കാർ യാത്ര അല്ലെങ്കിൽ ബസ് യാത്ര, ട്രെയിൻ യാത്ര, ഫ്ലൈറ്റ് യാത്ര, ബോട്ട് യാത്ര ധൈര്യമായിട്ട് കോക്കുലസ് കൊടുത്തു. ആക്റ്റീവ് സൂപ്പറാണ്, കൊടുത്തു നോക്ക്. ഡോക്ടറുടെ നെറ്റ് പോയെന്നു. നെറ്റ് പോയി, ഇന്ന് മൊത്തം നെറ്റ് പ്രശ്നമാണ്. ഉത്തരം പറയുന്ന ആളിന് ചോദിക്കുന്ന ആളിന്റെ ഒക്കെ നെറ്റ് പോയിക്കൊണ്ടിരിക്കണം. നെറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ജയചന്ദ്രൻ ഡോക്ടർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, സ്റ്റക്കായിരിക്കും. കുഴപ്പമില്ല. ഇനി ആർക്കെങ്കിലും സാർ ജയചന്ദ്രൻ ഡോക്ടർ ഔട്ടായി പോയെന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിത്യ ഡോക്ടർ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. എളുപ്പം സമയം നമുക്ക് ഇനി വളരെ കുറവാണ്. 23, 26
ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ സംസാരിച്ചു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സെഷൻ തന്നെയാണ്. വളരെ വേഗത്തിൽ തലവേദനയിലൂടെയൊക്കെ കടന്നുപോയി. അതിന്റെ കാരണങ്ങളും അത് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നും ഒക്കെ ഡോക്ടർ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. താങ്ക് യു സർ. പിന്നെ കേസുകൾ കൂടെ സാധാരണഗതിയിൽ പറയുന്നതാണ്. ഇത്തവണ അതിന് സമയം പരിമിതി കാരണം അതിലോട്ട് പോയില്ല. ഇനി തലവേദന തന്നെ ഒരു ഒത്തിരി ഉണ്ട് സാറേ. അല്ല, ഒരു കെട്ട് മെഡിസിൻസ് ഇനി ഈ അടുത്തൊരു തവണ ഇതിന്റെ ഒരു രണ്ടാം ഭാഗം വെച്ച് കുറെ കേസുകൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിരിക്കും. തലവേദനയുടെ കേസാണോ സാറേ വേണ്ടേ? അതെ അതെ, തലവേദനയുടെ കേസുകൾ തന്നെ ഡോക്ടർക്ക് അനുഭവത്തിൽ കുറെ കാണുമല്ലോ. അതിന്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററിയും ഒരു പക്ഷെ സാറേ എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തെന്നറിയോ, എന്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് നമ്മളിപ്പോ ഈ അക്യൂട്ട് പലതും ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, പല പല മെഡിസിൻസ് പറഞ്ഞല്ലോ. പക്ഷെ എന്റെ അനുഭവത്തിൽ തലവേദന എപ്പോഴും ഇപ്പൊ ക്രോണിക് ഹെഡേക്ക് ആയിട്ട് പല സ്ത്രീകൾ വരാറുണ്ട്. അപ്പൊ ആ കേസിലൊക്കെ ഞാൻ നോക്കിയിട്ട് മൈൻഡ് നോക്കി കൊടുക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ, നമ്മൾ അക്യൂട്ടായിട്ടൊരു മെഡിസിൻ കൊടുത്ത് തൽക്കാലം ഒന്ന് ആക്കി വെച്ചാൽ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്ന് കുറയും. പക്ഷെ പിന്നെ അവർ അതേ ഇതുമായിട്ട് ക്രോണിക് ഹെഡേക്ക് കേസസിനകത്തൊക്കെ ഭയങ്കര കഥകളാണ് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെയൊക്കെ അനുഭവത്തിലും കഥകളിലൂടെ നമ്മൾ മരുന്നിൽ എത്തുമ്പോഴാണ് കറക്റ്റ് മരുന്നാവുന്നത്. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഉറക്കളച്ചത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ പോപ്പുലസോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒറ്റ ഏറിൽ തന്നെ ഏശേണ്ടിയിരിക്കും. പക്ഷെ എല്ലായ്പ്പോഴും അത് അങ്ങനെ ഏശണമെന്നില്ല. അതാണ് സാറേ, അതാണ് കറക്റ്റ്. വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ജയചന്ദ്ര ഡോക്ടർ തിരിച്ചു വന്നേ. തിരിച്ചു വന്നല്ലേ? ജയചന്ദ്ര ഡോക്ടർ പറഞ്ഞത് നിത്യ ഡോക്ടർ പറഞ്ഞ കേട്ടായിരുന്നോ? ജയചന്ദ്രൻ ഡോക്ടർ വീണ്ടും നെറ്റ് പ്രശ്നമുണ്ട്. എല്ലായിടത്തും വെച്ച് നെറ്റിന് ഇച്ചിരി പ്രശ്നം. ഇപ്പൊ മഴ ഇടിയൊക്കെ ഉള്ളതല്ലേ? മഴ അതുകൊണ്ടാ സാറേ. ഹലോ കേക്കാമോ മാഡം? കേക്കാമോ? മാഡം ഞാൻ ചോദിക്കാൻ വന്നത്, മാഡം ഈ മെഡിസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ ലോസ് ഒക്കെ കൂടെ പറഞ്ഞ ഉപകാരമായിരുന്നു. പൊട്ടൻഷ്യൽ ഡോസ് ഒക്കെ കൂടെ. സാറേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, അക്യൂട്ട് മെഡിസിൻസ് എപ്പോഴും നമ്മൾ മോഡറേറ്റ് ഡോസ് കുറച്ചും കൂടെ എഫക്റ്റീവ് 200 കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പൊ നമ്മൾ കിട്ടുന്ന ഇപ്പൊ മൈൻഡും കൂടെ റിലേറ്റഡ് ആയിട്ട് ചില മെഡിസിൻസ് വരുമല്ലോ നമുക്ക്. അല്ലാതെ നമുക്ക് പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി കിട്ടുന്ന കേസസിൽ പവർ കൂട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോഴ് വളരെ നല്ല ക്ലാസ് എടുത്ത നിത്യ ഡോക്ടർ നമുക്ക് ഏകദേശം മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ജയചന്ദ്രൻ ഡോക്ടർ തന്നെ നിത്യ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുക. സാറാണോ നന്ദി പറയുന്നത് എപ്പോഴും? എനിക്ക് നന്ദി പറയുന്ന ഒരു ചേഞ്ച് വേണോ? വേണ്ട സാറ് ആരെയും നന്ദി പറഞ്ഞില്ലേലും ഒരു കുഴപ്പമില്ല മാഡം. ആൾക്കാർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നമ്മള് ഈ പറയുന്നത് ഉപയോഗപ്പെട്ടാ മതി, അത്രേ ഉള്ളൂ. ഡോക്ടറെ സ്ക്രീനിൽ കാണുന്നതും ഡോക്ടറെ ക്ലാസ് കേൾക്കുന്നതും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, കുറുപ്പ് സാറിന്റെ ക്ലാസ് പോലെ. പിന്നെ ഇപ്പൊ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ഒരു നാട്ടുകാരും അയൽവൊക്കെ ഉണ്ട്. ഡോക്ടർ പൂജപ്പുര, ഞാൻ പേരുകൂടെ. അപ്പൊ നമ്മൾ അയൽവൊക്കെയാണ്. അതുകൊണ്ട് എല്ലാരും പുറത്തോട്ടൊക്കെ വരണം കേട്ടോ. നമ്മുടെ ഇതിനകത്തുള്ള ആൾക്കാരും പുറത്തോട്ട് വരുന്നില്ല. നമ്മളെ മറിയാമ്മ ഡോക്ടറൊക്കെ ഉണ്ട്, വിളിക്കാമായിരുന്നു. വേണ്ട സാറുണ്ടല്ലോ, ജയചന്ദ്രൻ സാറുണ്ടല്ലോ. ജയചന്ദ്രൻ ഡോക്ടർ ആക്റ്റീവായി നിന്നത് കൊണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് നന്ദി പറയുന്ന ആളാ. അതുകൊണ്ട് ഇപ്പൊ മാഡത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. മാഡം വന്ന് നമുക്ക് ഇത്രയും ഉപദേശങ്ങളും തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും കൂടെ വരണം എന്നുള്ള മാഡത്തിനോട് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിൽ എന്റെ സ്വന്തം പേരിലും ഡോക്ടറോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടർ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റും പറയുന്നു. ജയചന്ദ്ര ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിത്യ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാവരും കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് മുമ്പോട്ട് വരിക. ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും നന്ദി പറയാനാണെങ്കിലും എല്ലാത്തിനും
എനിക്കുമൊക്കെ ആദ്യം വരാൻ വലിയ വിഷമമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നവുമില്ല. പേരൊക്കെ വിളിച്ചാൽ മതി മാഡം, അപ്പൊ എല്ലാരും പുറത്തു വരും. അല്ല, പേര് വിളിച്ചാലും ചിലപ്പോ ചിലര് റെസ്പോണ്ട് ചെയ്യേയില്ല. പിന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ചിലരുണ്ട്, അവരെയൊക്കെ നമ്മൾ വിളിക്കും. അത് ആദ്യത്തെ ഒരു മടിയാണ്. അതൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പൊ അതുപോലെ എല്ലാരും സന്തോഷത്തോടു കൂടി മുമ്പോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉണ്ടാവും.